ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. ഇന്ന് എത്തിയിട്ടുള്ളത് ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൊല്യൂഷനുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് തൊട്ട് മുന്നേ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. എന്ന് വെച്ചാൽ ഡിസംബർ 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ മൊഡ്യൂൾ വൈസ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആദ്യം ജസ്റ്റ് ക്വസ്റ്റ്യൻ പാറ്റേൺ ഒന്ന് പറയാം. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം ഇത് S5 വരുന്ന സബ്ജക്റ്റാണ്. 4 സെമസ്റ്ററിൽ നിങ്ങൾ ഓൾറെഡി എക്സാം എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വരുന്നത് 2 പാർട്ടുകളാണ് അല്ലേ, പാർട്ട് എ ആൻഡ് പാർട്ട് ബി. പാർട്ട് എയിൽ വരുന്നത് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ പാർട്ട് ബിയിൽ വരുന്നത് 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസുകളാണ് വരിക. ഓക്കെ, അപ്പോൾ പാർട്ട് എയിൽ നമുക്ക് 3 മാർക്കിൻ്റെ 10 ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവും. കമ്പൽസറി ആയിട്ടും അറ്റൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യനുകളാണ്. അപ്പോൾ ഇവിടെ 10 ക്വസ്റ്റ്യൻസ്, അങ്ങനെ അത് 30 മാർക്കിനായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ പാർട്ട് ബിയിൽ വരുന്ന സമയത്ത് നമുക്ക് 5 മൊഡ്യൂളാണല്ലോ ഉള്ളത്. അപ്പോൾ ആ 5 മൊഡ്യൂളിൽ നിന്നും 2 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു സെറ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതേണ്ടതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇവിടെ 14 × 5 അങ്ങനെ നമുക്ക് വരുന്ന സമയത്ത് 70 മാർക്ക്. അങ്ങനെ നമുക്ക് ടോട്ടൽ 100 മാർക്കിനാണ് എക്സാം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ജസ്റ്റ് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മൊഡ്യൂൾ 1-ത്തെ ക്വസ്റ്റ്യനുകളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മൊഡ്യൂൾ 1-ൻ്റെ ആദ്യം എന്താണ് സിലബസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. നമുക്ക് തന്നിട്ടുള്ള സിലബസ് പ്രകാരം വരുന്ന പ്രധാനപ്പെട്ട 4 ടോപ്പിക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഈ ഒരു DS അല്ലെങ്കിൽ ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. അതുപോലെ തന്നെ ലിമിറ്റ് സ്റ്റേറ്റ് അല്ലേ, നമ്മൾ ഡിസൈൻ ഫിലോസഫിയിൽ ചെയ്യുന്നത് ലിമിറ്റ് സ്റ്റേറ്റ് ആണ്. നമുക്കറിയാം മറ്റ് ഫിലോസഫീസ് ഏതൊക്കെയുള്ളത്. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് ഉണ്ട്, അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യാനുള്ളത് ലിമിറ്റ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ലിമിറ്റ് സ്റ്റേറ്റിൽ തന്നെ നമുക്ക് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ഉണ്ട്, പിന്നെ വരുന്നത് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിബിലിറ്റി കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ കൊളാപ്സിൽ വരുന്ന ഫ്ലെക്ചർ അല്ലെങ്കിൽ ബെൻഡിങ്ങുമായി ബന്ധപ്പെട്ടാണ് ആദ്യത്തെ മൊഡ്യൂൾ നമുക്ക് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ അനാലൈസിസ് ആൻഡ് ഡിസൈൻ ഓഫ് സിംഗിളി റെയിൻഫോഴ്സ്ഡ് ബീംസ് ആണ് പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂൾ നോക്കാനുള്ളത്. പിന്നെ രണ്ടാമത്തെ മൊഡ്യൂൾ നമ്മൾ ഡബിളി റെയിൻഫോഴ്സ്ഡ് ബീമിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂൾ 1-ൽ വരുന്ന ടോപ്പിക്കുകൾ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ആ ഒരു വർഷത്തിൽ ചോദിച്ചിട്ടുള്ള പാർട്ട് എയിൽ വന്നിട്ടുള്ള 2 ചോദ്യങ്ങൾ 3 മാർക്കിൻ്റെ. ഫസ്റ്റ് വൺ എന്താണ്? എക്സ്പ്ലെയിൻ ഹൗ ഡിസൈൻ ലോഡ്സ് ആർ എസ്റ്റിമേറ്റഡ് ഇൻ ലിമിറ്റ് സ്റ്റേറ്റ് ഡിസൈൻ. ലിമിറ്റ് സ്റ്റേറ്റ് ഡിസൈനുമായി ബന്ധപ്പെട്ട് വരുന്ന ലോഡുകളാണ് ചോദിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വൈ ഷുഡ് ദർ ബി ലിമിറ്റിംഗ് വാല്യൂസ് ഫോർ ദ എമൗണ്ട് ഓഫ് ടെൻസൈൽ റീൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡഡ് ഇൻ ബീംസ്. ബീമിൽ നമ്മൾ കൊടുക്കുന്ന റെയിൻഫോഴ്സ്മെൻറ്റ് അല്ലേ, ടെൻസൈൽ റെയിൻഫോഴ്സ്മെൻറ്റിന് ഒരു മിനിമം വാല്യൂ ഉണ്ട്, അതുപോലെ തന്നെ മാക്സിമം വാല്യൂ ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് രണ്ടാമത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഡിസൈൻ ലോഡ് അല്ലെങ്കിൽ ലോഡുകൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് ഡിസൈനിൽ ലോഡുകൾ എടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഇവിടെ 2 ടൈപ്പ് ലോഡുകളാണ് ലിമിറ്റ് സ്റ്റേറ്റിൽ വരുന്നത്. അതിൽ വരുന്നതാണ് ഫസ്റ്റ് വൺ ക്യാരക്ടറിസ്റ്റിക് ലോഡ്. പിന്നെ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് ലോഡിൽ നമ്മൾ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന ലോഡിനാണ് നമ്മൾ ഡിസൈൻ ലോഡ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു 2 ടൈപ്പ് ലോഡുകളാണ് നമുക്ക് ലിമിറ്റ് സ്റ്റേറ്റ് ഡിസൈനിൽ വരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താണ് ക്യാരക്ടറിസ്റ്റിക് ലോഡ്? The value of that load which has a 95% probability of not being exceeded during the life of structure. അപ്പോൾ എന്താ ഇതിൽ പറഞ്ഞിട്ടുള്ളത്? വാല്യൂ ഓഫ് ദാറ്റ് ലോഡ് ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് 95% പ്രോബബിലിറ്റി ഉണ്ട്. എന്ത്? ആ ലോഡിനേക്കാൾ ഒരിക്കലും ആ സ്ട്രക്ചറിലോട്ട് ലോഡ് വരുന്നില്ല അല്ലേ, ഓഫ് നോട്ട് ബീയിങ് എക്സീഡഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സ്ട്രക്ചറിൻ്റെ ലൈഫ് സ്പാനിൽ ഈ ഒരു നമ്മൾ പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക് ലോഡ് പറയുന്ന സമയത്ത് ആ ലോഡിനേക്കാൾ ഒരിക്കലും പ്രോബബിലിറ്റിയിലാണ് പറയുന്നത്, 95% പ്രോബബിലിറ്റിയും അതിന് മുകളിലേക്ക് വരില്ല. അത്തരം ലോഡിനെയാണ് നമ്മൾ എന്ത് പറയാം? ക്യാരക്ടറിസ്റ്റിക് ലോഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത് സ്റ്റാറ്റിസ്റ്റിക്കലാണ് ഇത് കണ്ടെത്തുന്നത്. പ്രോബബിലിറ്റി നമ്മൾ ആ ഒരു ഫംഗ്ഷനൊക്കെ വരച്ചിട്ടാണ് ഈ ഒരു ലോഡ് കണ്ടെത്തുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇതിലേക്ക് നമ്മൾ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ കൂടി അപ്ലൈ ചെയ്തിട്ട് കണ്ടെത്തുന്നതാണ് ഡിസൈൻ ലോഡ്. നോക്ക്, ദ ഡിസൈൻ ലോഡ് FD. നമ്മൾ ഡിസൈൻ ലോഡിനെ FD എന്നാണ്
എഫ് സഫിക്സ് ഡി എന്നാണ് ഡിനോട്ട് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക് ലോഡിനെ എഫ് സഫിക്സ് കെ എന്നാണ് ഡിനോട്ട് ചെയ്യാറുള്ളത്. അതും അല്ലെങ്കിൽ ചിലപ്പോൾ എഫ് സഫിക്സ് സി കെ എന്നും ഡിനോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നോക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് എഫ് ഡി അല്ലേ, എഫ് ഡി ഈക്വൽ ടു എഫ് കെ ഇൻറ്റു ഗാമ എഫ്. അപ്പോൾ ഇതിൽ ഗാമ എഫ് എന്ന് പറഞ്ഞാൽ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അത് ഓരോ ലോഡ്, ഓരോ ടൈപ്പ് ഓഫ് ലോഡിനും ഓരോ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സ് ആയിരിക്കും. നമ്മൾ അടുത്ത സ്ലൈഡിൽ പറയുന്നുണ്ട്. നോക്ക്, അപ്പോൾ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ അപ്രോപ്രിയേറ്റ് ടു ദ നേച്ചർ ഓഫ് ലോഡിങ് ആൻഡ് ലിമിറ്റ് സ്റ്റേറ്റ് ബീങ് കൺസിഡേർഡ്. അപ്പോൾ നമ്മൾ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്? അറ്റ് നേച്ചർ ഓഫ് ലോഡിങ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ലോഡിങ്ങുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമായിട്ട് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ വരുന്നത്. അപ്പോൾ ഇത് IS കോഡിൽ അല്ലേ, നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന IS കോഡ് ഏതാണ്? IS 456 ആണ് നമ്മൾ ഡിസൈനിന് വേണ്ടിയിട്ട് അല്ലേ, കോൺക്രീറ്റിൻ്റെ ഡിസൈനിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോഡ് IS 456 ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സ് നമ്മൾ ഓരോ ഏതൊക്കെ ടൈപ്പ് ലോഡിന് നമ്മൾ എത്രയൊക്കെയാണ് എടുക്കേണ്ടതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നോക്കാം. ഇന്നൊരു പോയിന്റ് കൂടെയുണ്ട്. ദ ഡിസൈൻ ലോഡ് ഒബ്റ്റൈൻഡ് ബൈ മൾട്ടിപ്ലൈയിങ് ദ ക്യാരക്ടറിസ്റ്റിക് ലോഡ് ബൈ ദ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഫോർ ലോഡ് ഈസ് ഓൾസോ നോൺ ആസ് ഫാക്ടേർഡ് ലോഡ്. അപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുള്ള ഈ ഒരു ഡിസൈൻ ലോഡിനെ എന്തും പറയാറുണ്ട്, ഫാക്ടേർഡ് ലോഡ് എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് കിട്ടിയതെന്നാണ് ഇവിടെ ഈ ഒരു ജസ്റ്റ് പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത്. ബൈ മൾട്ടിപ്ലൈയിങ് ദ ക്യാരക്ടറിസ്റ്റിക് ലോഡ് ബൈ ദ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ. ഓക്കെ, ഈ നോക്കുക, നേരത്തെ പറഞ്ഞ പോലെ IS കോഡിൽ വരുന്ന ടേബിൾ 18 ഈ ഒരു പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ കാണാം ലോഡ് കോമ്പിനേഷൻ. ഇവിടെ ലോഡ് കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഡെഡ് ലോഡ് പ്ലസ് ഇമ്പോസ്ഡ് ലോഡ്, അതുപോലെ തന്നെ ഡെഡ് ലോഡ് പ്ലസ് വിൻഡ് ലോഡ്, അതുപോലെ ഇതിൻ്റെ മൂന്നിൻ്റെയും കോമ്പിനേഷൻ. അപ്പോൾ ഓരോന്നിനും ഓരോ രീതിയിലാണ് നമുക്ക് വരുന്നത് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ നേരത്തെ ആ ഒരു സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ അപ്രോപ്രിയേറ്റ് ടു ദ നേച്ചർ ഓഫ് ലോഡിംഗ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദ ലിമിറ്റ് സ്റ്റേറ്റ് ബീയിങ് കൺസിഡേർഡ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ തിരഞ്ഞെടുക്കാറുള്ളത്. അപ്പോൾ നോക്ക്, ഇവിടെ ഈ ഒരു ടേബിളിൽ നോക്ക്, എന്താ ലോഡ് കോമ്പിനേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് ടൈപ്പ് ഓഫ് ലോഡിങ് അല്ലെങ്കിൽ നേച്ചർ ഓഫ് ലോഡിങ്. പിന്നെ അതുപോലെ തന്നെ ലിമിറ്റ് സ്റ്റേറ്റ് ഏതാണ്? ഒന്നെങ്കിൽ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ആണെങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗത്തെ വാല്യൂസാണ് അഡോപ്റ്റ് ചെയ്യേണ്ടത്. അതല്ല എന്നുണ്ടെങ്കിൽ സർവീസിബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വാല്യൂസാണ് എടുക്കേണ്ടത്. ഓക്കെ, ജസ്റ്റ് വാല്യൂസ് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി വരുന്നത് 1.5 ആണ്. 1.5. പിന്നെ വിൻഡ് ലോഡും കൂടി വരുന്ന സമയത്ത് നമുക്ക് 1 ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ ബാക്കിയുള്ള വാല്യൂസ് കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. ഇനി 3 ലോഡ് കൂടെ വരുന്ന സമയത്ത് ഈ 1.5 എന്നുള്ള വാല്യൂ 1.2 ആയിട്ട് മാറുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിബിലിറ്റി. അപ്പോൾ അതിൽ അധികവും 1 തന്നെയാണ്. ഇവിടെ മാത്രമേ ചെറിയൊരു വ്യത്യാസം വരുന്നുള്ളൂ, 0.8 അല്ലേ. അല്ലെങ്കിൽ ലൈവ് ലോഡ് വിൻഡ് ലോഡ് വരുന്ന സമയത്ത് ഏത് കോമ്പിനേഷനിൽ ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് പ്ലസ് വിൻഡ് ലോഡ് വരുന്ന സമയത്ത് മാത്രമേ അതിൽ ഒരു ചേഞ്ച് വരുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ 1 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ലോഡുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് ലിമിറ്റ് സ്റ്റേറ്റിൽ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് ഇതിൻ്റെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൂടെ പറയാം. അപ്പോൾ നമുക്ക് ഇവിടെ 2 ടൈപ്പ് ലോഡുകളാണ് വരുന്നത്. അപ്പോൾ അതിൽ തന്നെ നമുക്കറിയാലോ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ 2 ലോഡിനെ പറ്റി എഴുതി കഴിഞ്ഞാൽ നമുക്ക് 1.5 മാർക്ക് വീതമാണ് കിട്ടുക. അങ്ങനെ ടോട്ടൽ 3 മാർക്സ് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ, അതായത് പാർട്ട് എയിൽ വന്നിട്ടുള്ള മൊഡ്യൂൾ 1-ലത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. നോക്ക്, നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ. എന്തുകൊണ്ടാണ് ഒരു ബീമിൽ നമ്മൾ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് അതിൽ മിനിമം ഒരു വാല്യൂവും അതുപോലെ തന്നെ മാക്സിമം വാല്യൂ എന്തിനു വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റീസൺ കൂടി നിങ്ങൾ എഴുതുക. അതോടൊപ്പം തന്നെ ആ വാല്യൂസുകൾ എത്രയാണെന്നുള്ളത് കൂടി നിങ്ങൾ ആൻസർ പേപ്പറിൽ എഴുതുക. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഫുള്ളായിട്ട് 3 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ കൂടി പറയാം. വൈ ഷുഡ് ദർ ബി ലിമിറ്റിംഗ് വാല്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഫോർ ദി എമൗണ്ട് ഓഫ് ടെൻസൈൽ റെയിൻഫോഴ്സ്മെൻറ്റ് അല്ലേ. നമുക്കറിയാം റെയിൻഫോഴ്സ്മെൻറ്റ് തന്നെ പല തരത്തിലുണ്ട്. ടെൻസൈൽ ഉണ്ട്, പിന്നെ ഷിയറിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന റെയിൻഫോഴ്സ്മെൻറ്റ് ഉണ്ട്, കംപ്രഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന റെയിൻഫോഴ്സ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ടെൻസൈൽ റെയിൻഫോഴ്സ്മെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അത് തന്നെ എവിടെ ചോദിച്ചിട്ടുള്ളത്? ബീംസിലാണ്. ബീമിൽ വരുന്ന ടെൻസൈൽ റെയിൻഫോഴ്സ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ലിമിറ്റിംഗ് വാല്യൂസ് എന്ന് പറയുന്ന സമയത്ത് അതിന് ഒരു മിനിമം വാല്യൂ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു മാക്സിമം വാല്യൂ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് രണ്ടും നോക്കാം. ആദ്യം നമുക്ക് മിനിമം വാല്യൂവിനെ കുറിച്ച് നോക്കാം. ഓക്കെ, നോക്കുക എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ മിനിമം റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത് എന്നാണ് ഈ ഒരു സ്ലൈഡിൽ പറഞ്ഞിട്ടുള്ളത്. The main role of minimum reinforcement is to control the cracking of section. നമ്മുടെ ബീമിലൊക്കെ വരുന്ന ക്രാക്കിങ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിനിമം റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുക്കേണ്ടത്. അതായത് നമ്മളിപ്പോൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ മൊമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വാല്യൂ നമുക്ക് റെയിൻഫോഴ്സ്മെൻറ്റ് കിട്ടും. പക്ഷേ എങ്കിൽ കൂടി നമ്മൾ മിനിമം എത്രയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതുമായി കമ്പയർ ചെയ്യേണ്ടത് നിർബന്ധമാണ്. എന്നിട്ട് ആ മിനിമം വാല്യൂ എങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ബീമിൽ കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്? ഈ ഒരു ക്രാക്ക് അല്ലേ, കൺട്രോൾ ദ ക്രാക്കിംഗ് ഓഫ് സെക്ഷൻ വിച്ച് നോർമലി ഒക്കർ ഡ്യൂ ടു ശ്രിങ്കേജ് ആൻഡ് ക്രീപ്പ് ഓർ ടെമ്പറേച്ചർ ചേഞ്ച്. അപ്പോൾ ഈ ഒരു ശ്രിങ്കേജ് അല്ലെങ്കിൽ ക്രീപ്പ് അതും അല്ലെങ്കിൽ ടെമ്പറേച്ചർ ചേഞ്ച് ഒക്കെ കാരണം ഉണ്ടാകുന്ന ക്രാക്കുകൾക്ക് അല്ലെങ്കിൽ ക്രാക്കുകൾ വരുന്ന സമയത്ത് അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു മിനിമം റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ വാല്യൂ ആണ് പറയുന്നത്. എത്രയാണ് മിനിമം റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുക്കേണ്ടത്? അപ്പോൾ നമുക്ക് ക്ലോസ് IS കോഡിൽ പറയുന്ന ക്ലോസ് ആണ്. ക്ലോസ് 26.5.1.1 എയിൽ പറയുന്നുണ്ട് AS മിനിമം എത്രയാണ്? 0.85 BD/FY ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ AS മിനിമം എന്ന് പറഞ്ഞാൽ A എന്ന് വെച്ചാൽ ഏരിയ ആണ്, ഏരിയ. അതുപോലെ S എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റീലാണ്. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് സ്റ്റീൽ, അതായത് മിനിമം ഏരിയ ഓഫ് സ്റ്റീൽ എത്രയാണ്? 0.85 BD/FY. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് ബി എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ബീമിൻ്റെ ഇതാണ്. ഇപ്പോൾ ബീമിൻ്റെ ക്രോസ് സെക്ഷൻ എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡയമെൻഷനാണ് നമ്മൾ വിഡ്ത്ത് എന്ന് പറയാം അല്ലേ, ബി. അതുപോലെ തന്നെ ഇത് ഡെപ്ത്ത്, എഫക്റ്റീവ് ഡെപ്ത്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷേ എങ്കിൽ കൂടി നമുക്ക് ഡെപ്ത്ത് ആയിട്ട് കൺസിഡർ ചെയ്യാം. ശരിക്കും ഇതൊരു ഈ ഒരു എൻഡ് ടു എൻഡ് വരുന്നത് ക്യാപിറ്റൽ D ആണ്. നമുക്ക് എഫക്റ്റീവ് ഡെപ്ത്ത് എന്ന് പറഞ്ഞൊരു ടേം കൂടെ ഉണ്ട്. അതായത് നമുക്ക് റെയിൻഫോഴ്സ്മെൻറ്റിലേക്ക് വരുന്ന ആ ഒരു ഡെപ്ത്ത്, അതാണ് ഇവിടെ D ആയിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് 0.85 BD/FY ആണ്. പിന്നെ FY എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? yield സ്ട്രെങ്ത് ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റീലിൻ്റെ yield സ്ട്രെങ്ത് ആണ്. അപ്പോൾ നമ്മൾ നോർമലി യൂസ് ചെയ്യാറുള്ളത് ഒന്നെങ്കിൽ FE 250 ആണ് യൂസ് ചെയ്യാറുള്ളത്. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ അധികം കാണാറുള്ളത് FE 250 അല്ലെങ്കിൽ FE 415 ആണ് ഗ്രേഡ് ഓഫ് സ്റ്റീൽ. അപ്പോൾ FE 250 സ്റ്റീലാണ് എന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന FYയുടെ വാല്യൂ 250 ആണ് കൊടുക്കേണ്ടത്. ഓക്കെ അല്ലേ. ഇനി അത് FE 415 ആണെന്നുണ്ടെങ്കിൽ FY എന്തായിരിക്കും? 415 ആണ് വരുന്നത്. ഓക്കെ, അതാണ് ഇതിൽ വരുന്ന ഇക്വേഷൻ. ഇപ്പോൾ 0.85 BD/FY ആണ് മിനിമം ടെൻസൈൽ റെയിൻഫോഴ്സ്മെൻറ്റ് വിച്ച് ഈസ് ടു ബി ഗിവൺ ടു ബീംസ്. ഓക്കെ, ഇനി മാക്സിമം വാല്യൂവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാം. അത് കോഡിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഇപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ കാര്യം തന്നെയാണ്. കോഡിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കാണാം, AS/BD = 0.85/FY. പിന്നെ ഇതിൽ നിന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. AS = അല്ലെ ഈ ഒരു B/D എന്ന് പറഞ്ഞ ടേം റൈറ്റ് സൈഡിലോട്ട് പോകും. അപ്പോൾ എന്ത് വരും? 0.85 BD/FY കൊടുത്തിട്ടുണ്ട്. ഓരോ ടേംസ് എന്തൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ട്. AS എന്ന് പറഞ്ഞാൽ മിനിമം ഏരിയ ഓഫ് ടെൻസൈൽ റെയിൻഫോഴ്സ്മെൻ്റ് ആണ്. B എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്ത് ഓഫ് ബീം ഓർ ബ്രെഡ്ത്ത് ഓഫ് ദ വെബ് ഓഫ് T ബീം. അപ്പോൾ T ബീം അല്ല നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത്, ജസ്റ്റ് ബേസിക് ബീമാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി അത് T ബീം ആണെന്നുണ്ടെങ്കിൽ എന്താ T ബീം എന്ന് പറഞ്ഞാൽ? നമുക്ക് ഫ്ലാഞ്ച്ഡ് ബീംസ് ഒക്കെ പറയുന്ന സമയത്ത് പറയേണ്ട സംഗതിയാണ്. ഈ ഒരു ക്രോസ് സെക്ഷനിലുള്ള ബീമിനെയാണ് നമ്മൾ T ബീം എന്ന് പറയാം. അപ്പോൾ ആ സമയത്ത് വരുന്ന B എന്ന് പറഞ്ഞ വാല്യൂ എന്താണ്? ബ്രെഡ്ത്ത് ഓഫ് ദ വെബ് ഓഫ് T ബീമാണ്. ഓക്കെ അല്ലേ. അപ്പോൾ ബ്രെഡ്ത്ത് ഓഫ് ദ വെബ് എന്ന് പറഞ്ഞാൽ ഇതാണ് വെബ് അല്ലേ, ഇതാണ് വെബ്, ഇത് ഫ്ലാഞ്ചാണ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ വിഡ്ത്താണ് T ബീമിന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് D എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ഡെപ്ത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ടൈപ്പ് ഡെപ്തുകളുണ്ട്, ഓവറോൾ ഡെപ്തും ഉണ്ട്, എഫക്റ്റീവ് ഡെപ്തും ഉണ്ട്. അപ്പോൾ ഇവിടെ D എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ഡെപ്താണ്. അപ്പോൾ എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ ടോപ്പിലത്തെ കവർ മുതൽ താഴത്ത് വരുന്ന റെയിൻഫോഴ്സ്മെൻറ്റ് അല്ലേ, ആ റെയിൻഫോഴ്സ്മെൻറ്റിൻ്റെ സെൻട്രോയിലേക്കുള്ള ദൂരമാണ്
എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയാം. ഓക്കെ, അടുത്തത് എന്താണ്? FY. നേരത്തെ പറഞ്ഞ പോലെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് റെയിൻഫോഴ്സ്മെൻറ്റ് ഇൻ ന്യൂട്ടൺ പെർ mm². നേരത്തെ പറഞ്ഞു FE 250 സ്റ്റീലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ 250 എന്ന് വരും. ഇനി FE 415 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ 415 എന്നാണ് വരിക. അപ്പോൾ അത് യൂണിറ്റ് വരുന്നത് ന്യൂട്ടൺ പെർ mm²ലാണ്. ഓക്കെ, ഇത്രയാണ് മിനിമം റെയിൻഫോഴ്സ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി മാക്സിമം വാല്യൂസുമായി ബന്ധപ്പെട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് നോക്കാം. നോക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞു മിനിമം ഒരു ടൈപ്പ് റെയിൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ മിനിമം എത്ര വാല്യൂ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എത്രയും കൊടുത്തു പോകാൻ പറ്റും ഇല്ല, അതിനൊരു മാക്സിമം എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു വാല്യൂ ഉണ്ട്. അതുപോലെ തന്നെ അത് എന്തിനു വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത് എന്നതും പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? നോക്ക്, ദ റെസ്ട്രിക്ഷൻ ഓഫ് മാക്സിമം റെയിൻഫോഴ്സ്മെൻറ്റ് ഇൻ ഫ്ലെക്ചർ is specified so that failure is always due to failure of reinforcement and not due to crushing of concrete in the compression. അപ്പോൾ നമുക്കറിയാം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് RCC ആണല്ലേ. RCC എന്ന് പറഞ്ഞാൽ എന്താണ്? റെയിൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് ആണ്. അപ്പോൾ അതിൽ വരുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻറ്റുകൾ എന്തൊക്കെയാണ്? ഒന്ന് കോൺക്രീറ്റ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റീലും ഉണ്ട് അല്ലേ. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഈ സ്റ്റീൽ നമ്മൾ എത്ര പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ്. കോൺക്രീറ്റിനെ കുറിച്ച് ചോദിച്ചിട്ടില്ല. പക്ഷേ എങ്കിൽ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ള പോയിൻ്റ് എന്താണ്? നമുക്ക് ഈ ഒരു ബീമിൽ വരുന്ന കോൺക്രീറ്റും സ്റ്റീലും രണ്ടും കൂടെയാണ് ഇതിനൊരു സ്ട്രെങ്ത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റീലിൻ്റെ വാല്യൂ അല്ലെങ്കിൽ സ്റ്റീൽ നമ്മൾ മാക്സിമം കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഫെയിലിയർ വരുന്ന സമയത്ത് കോൺക്രീറ്റിലാണ് ആദ്യം ഫെയിലിയർ സംഭവിക്കുക അല്ലേ. നമുക്കറിയാം എങ്ങനെ ഫെയിലിയർ വരിക. ഒന്നെങ്കിൽ കോൺക്രീറ്റിൽ ഫെയിലിയർ വരിക, അല്ല എന്നുണ്ടെങ്കിൽ സ്റ്റീലിൽ ഫെയിലിയർ വരിക. പക്ഷേ ഈ കോൺക്രീറ്റിൽ ഫെയിലിയർ വരുന്ന സമയത്ത് അത് ബ്രിട്ടിൽ ഫെയിലിയർ ആയിരിക്കും, ഡക്റ്റൈൽ അല്ല വരിക. ബ്രിട്ടിൽ ഫെയിലിയർ നമുക്ക് ഒരിക്കലും എന്താ പറയുക ആക്സെപ്റ്റബിൾ അല്ല. അതേസമയത്ത് ഡക്റ്റൈൽ ഫെയിലിയർ ഓക്കെയാണ്. ഓക്കെ എന്ന് വെച്ചാൽ നമുക്കത് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാണ് പറഞ്ഞിട്ടുള്ളത്. ഈ സ്റ്റീൽ കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ വാല്യൂ കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഫസ്റ്റ് ഫെയിലിയർ സംഭവിക്കുക എവിടെയാണ്? കോൺക്രീറ്റിലാണ്. അപ്പോൾ കോൺക്രീറ്റിൽ ഫെയിലിയർ വരുന്നത് എന്ത് നേച്ചറിലാണ് വരുന്നത്? നോക്ക്, ക്രഷിങ് ഓഫ് കോൺക്രീറ്റ് ആണ്. ക്രഷിങ് ഓഫ് കോൺക്രീറ്റ്. അപ്പോൾ അത് ഒരു സഡൻ ആയിരിക്കും അല്ലെങ്കിൽ ബ്രിട്ടിൽ ഫെയിലിയർ ആയിരിക്കും വരും. സഡൻ ഫെയിലിയർ അതാണ് ഇവിടെ രണ്ടാമത്തെ പോയിന്റിൽ താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ദിസ് ഈസ് റിക്വയർഡ് സോ ദാറ്റ് ഫെയിലിയർ ഈസ് ഡക്റ്റൈൽ, അതായത് വിച്ച് വിൽ ഗിവ് ആമ്പിൾ വാർണിംഗ്. ഡക്റ്റൈൽ ഫെയിലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ടൈം ഉണ്ടാവും അതിന് പ്രിക്കോഷൻസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അല്ല എന്നുണ്ടെങ്കിൽ എന്താണ്? ആൻഡ് നോട്ട് ബ്രിട്ടിൽ. ബ്രിട്ടിൽ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വിച്ച് വിൽ കോസ് സഡൻ കൊളാപ്സ്. സഡൻ കൊളാപ്സ് ആണ് ബ്രിട്ടിൽ ഫെയിലിയറിൻ്റെ നേച്ചർ. അപ്പോൾ അതെപ്പോഴാണ് വരിക? കോൺക്രീറ്റിൽ ആദ്യം ഫെയിലിയർ സംഭവിക്കുമ്പോഴാണ്. അപ്പോൾ ആ ഒരു കേസാണ് നമ്മൾ സ്റ്റീൽ കൂട്ടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു ലിമിറ്റിംഗ് വാല്യൂ ഓഫ് സ്റ്റീൽ കൊടുക്കുന്നത്. മാക്സിമം ഒരു വാല്യൂ ഉണ്ട്, അതിൽ കൂടുതൽ നമ്മൾ ഒരിക്കലും പ്രൊവൈഡ് ചെയ്യാറില്ല. അപ്പോൾ അതിൽ തന്നെ നമുക്ക് 3 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അണ്ടർ റെയിൻഫോഴ്സ്ഡ് ബീം, അതുപോലെ ബാലൻസ്ഡ് ബീം, ഓവർ റെയിൻഫോഴ്സ്ഡ് ബീം. അപ്പോൾ ഒരിക്കലും നമ്മൾ ഓവർ റെയിൻഫോഴ്സ്ഡ് ബീം ഡിസൈനിൽ കൊണ്ടുവരാറില്ല. നമ്മളൊരു ലിമിറ്റിംഗ് വാല്യൂയിലേക്ക് എത്തിയിട്ട് ആ ഒരു റേഞ്ചിലേക്കാണ് നമ്മൾ ഡിസൈൻ ചെയ്യാറുള്ളത്. ഓക്കെ, ഇനി അതിൻ്റെ വാല്യൂസ് ജസ്റ്റ് ഒന്ന് നോക്കാം. നോക്ക്, അപ്പോൾ ഇതും നിങ്ങൾക്ക് IS കോഡിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലോസ് തന്നെയാണ്. അതിൽ A സെക്ഷനാണ് നമ്മൾ നേരത്തെ മിനിമം റെയിൻഫോഴ്സ്മെൻറ്റ് പറഞ്ഞത്. അതിൽ B പാർട്ട് വരുന്നത് മാക്സിമം റെയിൻഫോഴ്സ്മെൻറ്റാണ്. മാക്സിമം റെയിൻഫോഴ്സ്മെൻറ്റ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 4% ഓഫ് ക്രോസ് സെക്ഷനാണ്. 4% ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വരച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ബീമിൻ്റെ വിഡ്ത്ത് B-യും അതുപോലെ തന്നെ എഫക്റ്റീവ് ഡെപ്ത് D-യും ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 4% ആണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? മാക്സിമം റെയിൻഫോഴ്സ്മെൻറ്റ്. അതിൽ കൂടുതൽ ഒരിക്കലും ബീമിൽ റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുക്കാനായിട്ട് പാടില്ല. ഓക്കെ, ഇനി അതിൻ്റെ ക്ലോസ് ജസ്റ്റ് ഒന്ന് നോക്കാം. കോഡിൽ നിന്ന് എടുത്തുള്ള ഒരു പിക്ചറാണിത്. ഓക്കെ, ആസ് പെർ ദ ക്ലോസ് നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലോസ് A ആയിരുന്നു, ഇവിടെ അത് B ആയിട്ട് മാറിയിട്ടുണ്ട്. സോ മാക്സിമം റെയിൻഫോഴ്സ്മെൻറ്റ് ഈക്വൽ ടു എന്താണ്? ദ മാക്സിമം ഏരിയ ഓഫ് ടെൻഷൻ റെയിൻഫോഴ്സ്മെൻറ്റ് ഷാൾ നോട്ട് എക്സീഡ് 0.04 BD എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. 0.04 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.04 എന്ന് പറഞ്ഞാൽ 4% തന്നെയാണ്. 4% ഓഫ് B ഇൻറ്റു D. ഓക്കെ, 4% ഓഫ് B ഇൻറ്റു D എന്ന് പറഞ്ഞാൽ നമ്മൾ ബീമിൻ്റെ ക്രോസ് സെക്ഷൻ്റെ 4% ആണ് മാക്സിമം വാല്യൂ. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു 2 ലിമിറ്റിംഗ് വാല്യൂസിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ 2 ലിമിറ്റിംഗ് വാല്യൂസ് പറഞ്ഞു. മിനിമം റെയിൻഫോഴ്സ്മെൻറ്റും പറഞ്ഞു, അതുപോലെ തന്നെ മാക്സിമം റെയിൻഫോഴ്സ്മെൻറ്റും പറഞ്ഞു അല്ലേ. മിനിമം റെയിൻഫോഴ്സ്മെൻറ്റിൻ്റെ വാല്യൂ ഓർമ്മ ഉണ്ടാവുമെന്ന് കരുതാണ് അല്ലേ. 0.85 FI/BD, അതുപോലെ തന്നെ 0.85 BD/FI. ഇനി മാക്സിമം റെയിൻഫോഴ്സ്മെൻറ്റ് 4% ആണ്. ഓക്കെ,
അപ്പോൾ ഇത്രയാണ് നമുക്ക് പാർട്ട് എയിൽ ഈ വന്നിട്ടുള്ള 2 ക്വസ്റ്റ്യൻ ഇപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പാർട്ട് ബിയിൽ വരുന്ന ക്വസ്റ്റ്യനുകൾ. നേരത്തെ പറഞ്ഞ പോലെ പാർട്ട് ബിയിൽ നമുക്ക് ഒരു മൊഡ്യൂളിൽ നിന്ന് 2 സെറ്റ് ഓഫ് ക്വസ്റ്റ്യനുകളാണ് ഉണ്ടാവുക. അപ്പോൾ അത് 2 രീതിയിൽ കാണാറുണ്ട്, പല രീതിയിൽ കാണാറുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യന്, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാർട്ട് ബിയിൽ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 14 മാർക്കാണ്. അപ്പോൾ 14 മാർക്കിന് അധികം ഒറ്റ ക്വസ്റ്റ്യൻ ആയിരിക്കില്ല ചോദിക്കുക, അത് 2 ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ ഒന്നെങ്കിൽ അത് 2 ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന സമയത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യന് ഒരു 10 മാർക്ക്, രണ്ടാമത്തെ ക്വസ്റ്റ്യന് 4 മാർക്ക്, ആ ഒരു രീതിയിൽ കാണാറുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ 11-3 എന്നുള്ള രൂപത്തിൽ കാണാറുണ്ട്. ഇനി അതും അല്ലെങ്കിൽ 12-2 ഈ ഒരു രീതിയിൽ കാണാറുണ്ട്. പിന്നെ അപൂർവം ചില കേസുകളിൽ 14 മാർക്ക് ഒറ്റൊരു ക്വസ്റ്റ്യൻ ആയിട്ടും കാണാറുണ്ട്. അപ്പോൾ നമുക്ക് ഡിസൈൻ ഓഫ് ഫൂട്ടിംഗ് ഒക്കെ വരുന്ന സമയത്ത് അധികം ലെങ്തി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ, പ്രോബ്ലം ആണ്. അപ്പോൾ ആ സമയത്ത് 14 മാർക്കിന് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. പാർട്ട് ബിയിൽ വന്നിട്ടുള്ള ആദ്യത്തെ 2 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസുകൾ ആ ഒരു വർഷം ചോദിച്ചുള്ള ക്വസ്റ്റ്യനുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്ക്, 11ാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ. അതുപോലെ വൈ ഈസ് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഫോർ കോൺക്രീറ്റ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് സ്റ്റീൽ. അതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഒരു മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കാണാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ആണ്. എ സിംഗ്ലി റെയിൻഫോഴ്സ്ഡ് ബീം 200 mm wide has an effective depth of 400 mm. It is reinforced with 3 numbers of 16 mm diameter HYSD bars of Fe 415 grade steel. Determine the moment of resistance. Determine the moment of resistance of the section if M20 concrete is used. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തിയറി ക്വസ്റ്റ്യൻ ആണ്, അതോടൊപ്പം തന്നെ തന്നിട്ടുള്ളത് ഒരു പ്രോബ്ലം ക്വസ്റ്റ്യനുമാണ്. ഇപ്പോൾ തിയറി ക്വസ്റ്റ്യന് 4 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്, അതേ സമയത്ത് പ്രോബ്ലം നമുക്ക് 10 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആദ്യം തിയറി ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. അപ്പോൾ നോക്ക്, തിയറി ക്വസ്റ്റ്യനിൽ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ടൈപ്സ് ഓഫ് ലോഡ് വരുന്ന സമയത്ത് അവിടെ തന്നെ നമ്മൾ ഈ ഒരു പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഓർമ്മ ഉണ്ടാവുമെന്ന് കരുതാണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? ലോഡുകൾ തന്നെ 2 ടൈപ്പ് ലോഡുകൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഏതാണ്? ഒന്ന് ക്യാരക്ടറിസ്റ്റിക് ലോഡും ഉണ്ട്, ഡിസൈൻ ലോഡും ഉണ്ട് അല്ലേ. ക്യാരക്ടറിസ്റ്റിക് ലോഡിൽ നിന്ന് ഡിസൈൻ ലോഡിലോട്ട് എങ്ങനെ വരുന്നത്? ഡിസൈൻ ലോഡ് ഈക്വൽ ടു ക്യാരക്ടറിസ്റ്റിക് ലോഡ് ഇൻറ്റു പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറാണ് അല്ലേ. അപ്പോൾ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ നമ്മൾ സാധാരണ അപ്ലൈ ചെയ്യാറുള്ളത് ലോഡുകൾക്കും അതുപോലെ തന്നെ മെറ്റീരിയൽസിനുമാണ്. ലോഡ് ആൻഡ് മെറ്റീരിയൽസ്. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ട് എയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഈ ലോഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യന് നമുക്ക് മെറ്റീരിയലുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യനാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു RCC എന്ന് പറഞ്ഞാൽ അവിടെ കോൺക്രീറ്റും ഉണ്ട് സ്റ്റീലും ഉണ്ട്. അപ്പോൾ അവിടെ രണ്ടാമത്തെ പാർട്ട് നോക്കുക, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ വൈ ഈസ് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഫോർ കോൺക്രീറ്റ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് സ്റ്റീൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കോൺക്രീറ്റിന് സ്റ്റീലിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ നമ്മൾ കൂടുതലാക്കിയിട്ട് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ അൺസർട്ടൈനിറ്റി ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത്തരം സാഹചര്യങ്ങളിൽ അതും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ അക്കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നോക്ക്, ദ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഈസ് എ ഫാക്ടർ അപ്ലൈഡ് ടു ദ ലോഡ് ആൻഡ് മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ദ ഡിസൈൻ പ്രോസസ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിസൈൻ പ്രോസസ്സിൽ ലോഡുകൾക്കും അതുപോലെ മെറ്റീരിയൽസിനും അപ്ലൈ ചെയ്യുന്ന ഒരു ഫാക്ടറാണ് എന്ത്? പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ. ഓക്കെ, നോക്ക്, ഇറ്റ് അക്കൗണ്ട്സ് ഫോർ അൺസർട്ടൈനിറ്റീസ് ആൻഡ് വേരിയേഷൻസ് ഇൻ ദ ആക്ച്വൽ ലോഡ് ആൻഡ് മെറ്റീരിയൽ. അപ്പോൾ ആക്ച്വൽ ലോഡുകളിലും അതുപോലെ തന്നെ മെറ്റീരിയലിൻ്റെ സ്ട്രെങ്ത്തിലൊക്കെ വരുന്ന വേരിയേഷൻസ് അതിനെ അക്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ദീസ് അൺസർട്ടൈനിറ്റീസ് ക്യാൻ അറൈസ് ഡ്യൂ ടു ഫാക്ടേഴ്സ് സച്ച് ആസ് മാനുഫാക്ചറിങ് വേരിയേഷൻസ്, എൻവിറോൺമെൻറ്റൽ കണ്ടീഷൻസ് ആൻഡ് ഹ്യൂമൻ എറർ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ ഒരു അൺസർട്ടൈനിറ്റീസ് വരുന്നത്? ഒന്നുകിൽ മാനുഫാക്ചറിങ്ങിൽ വരുന്ന പ്രശ്നങ്ങൾ അല്ലേ, അതും അല്ലെങ്കിൽ എൻവിറോൺമെൻറ്റൽ കണ്ടീഷൻ കാരണം, അതും അല്ലെങ്കിൽ ഹ്യൂമൻ എറേഴ്സ്. അപ്പോൾ നമുക്കറിയാം, നമുക്കിവിടെ വരുന്ന RCC എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ കോൺക്രീറ്റും ഉണ്ട് അതുപോലെ തന്നെ സ്റ്റീലും ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ സൈറ്റിലാണല്ലോ ഇത് കാസ്റ്റ് ചെയ്യാറുള്ളത് നോർമലി. അപ്പോൾ സൈറ്റിൽ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സൈറ്റിൽ കാസ്റ്റ് ചെയ്യുന്നതല്ല, നമ്മൾ ഫാക്ടറിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് പ്ലേസ് ചെയ്യുന്നതാണ്. അതേ സമയത്ത് കോൺക്രീറ്റ് നമ്മൾ അധികവും സൈറ്റിൽ കാസ്റ്റ് ചെയ്യുന്നതാണ് അല്ലേ, അല്ലെങ്കിൽ സൈറ്റിൽ വെച്ച് നമ്മൾ നിർമ്മിക്കുന്നതാണ് കോൺക്രീറ്റ് അല്ലേ. കോൺക്രീറ്റിൽ തന്നെ ഇൻഗ്രീഡിയൻറ്റുകൾ എന്തൊക്കെയാണ് കോൺക്രീറ്റിൽ വരുന്നത്? നമുക്കറിയാം, സിമൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ പിന്നെന്താ ഉള്ളത്? ഫൈൻ അഗ്രിഗേറ്റ് ഉണ്ട്, കോഴ്സ് അഗ്രിഗേറ്റ് ഉണ്ട്, വാട്ടർ ഉണ്ട്. ഫൈൻ അഗ്രിഗേറ്റ്, കോഴ്സ് അഗ്രിഗേറ്റ്, വാട്ടർ.
ഇനി ഇത് കൂടാതെ നമ്മൾ ചില സമയത്ത് അതിൻ്റെ പ്രോപ്പർട്ടീസുകളൊക്കെ ആൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്മിക്സ്റ്റേഴ്സ് കൂടി ചേർക്കാറുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻറ്റുകൾ നമുക്ക് കോൺക്രീറ്റിൽ വരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് അറിയാം സിമെൻറ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ? സിമെൻറ്റിൽ തന്നെ വീണ്ടും ഇൻഗ്രീഡിയൻറ്റുകളില്ലേ? സിമെൻറ്റിൽ എന്തൊക്കെയുള്ളത്? ലൈം, സിലിക്ക, അലുമിന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് ഇതാണ്, കോൺക്രീറ്റിൽ വരുന്ന ഇൻഗ്രീഡിയൻറ്റുകൾ ഇതിൽ ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റുകൾ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു എൻ്റയർ കോൺക്രീറ്റിൻ്റെ പ്രോപ്പർട്ടി തന്നെ മാറും. അപ്പോൾ ഇവിടെ ഈ ഒരു എറർ വരാനുള്ള ചാൻസ് കൂടുതലാണ് സ്റ്റീലിനെ അപേക്ഷിച്ച് അല്ലേ? സ്റ്റീൽ നമ്മൾ നേരത്തെ പറഞ്ഞത് ഫാക്ടറിയിൽ നിർമ്മിച്ചിട്ട് നമ്മൾ സൈറ്റിലേക്ക് കൊണ്ടുവരുന്നതാണ്. അതേസമയത്ത് കോൺക്രീറ്റ് നമ്മൾ അവിടെ വെച്ച് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൽ വരുന്ന വേരിയേഷൻസ് ഇപ്പോൾ ഇതർ അത് സിമെൻറ്റിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ബാച്ചിങ് നടത്തുന്ന സമയത്ത് ഫൈൻ അഗ്രിഗേറ്റ്, കോഴ്സ് അഗ്രിഗേറ്റ് ഒക്കെ എടുക്കുന്ന ആ ഒരു റേഷ്യോസിൽ ചിലപ്പോൾ മാറ്റം വരാം. ഇനി അതല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ടറിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കുന്നുണ്ട് അല്ലേ? വാട്ടറിൻ്റെ ക്വാളിറ്റി നമ്മൾ സാധാരണ പറയാറുള്ളത് പോർട്ടബിൾ വാട്ടർ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ സൈറ്റിലൊക്കെ എത്രത്തോളം അത് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ അഡ്മിക്സ്റ്റേഴ്സ് പിന്നെ കെമിക്കലാണ്, അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരാനില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട് നമുക്ക് ഇതിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ഈ ഒരു രണ്ടാമത്തെ പാർട്ടിൻ്റെ കാര്യം കൂടി ഒന്ന് നോക്കാം. നമുക്ക് കോൺക്രീറ്റിൽ എന്തുകൊണ്ടാണ് നമ്മൾ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ കൂടുതൽ ഇട്ടിട്ടുള്ളത് അത് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് പോയിൻ്റായിട്ട് എന്താണ് കൊടുത്തിട്ടുള്ളത് നോക്കാം. ദ കൺട്രോൾ ഓൺ ദ ക്വാളിറ്റി ഓഫ് കോൺക്രീറ്റ് ഈസ് നോട്ട് ആസ് ഗുഡ് ആസ് ദാറ്റ് ഓഫ് സ്റ്റീൽ. ഓക്കെ, ദിസ് ഈസ് ബിക്കോസ് ദ ക്വാളിറ്റി ഓഫ് കോൺക്രീറ്റ് can vary due to several factors such as quality of raw materials. അതുപോലെ തന്നെ ആ റോ മെറ്റീരിയൽസിൻ്റെ മിക്സിങ് അല്ലേ? നമുക്ക് ആ റോ മെറ്റീരിയൽസ് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കോൺക്രീറ്റ് ഉണ്ടാക്കുക. എന്നിട്ട് ആ കോൺക്രീറ്റ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു പർട്ടിക്കുലർ ഫോം വർക്കിൽ കൊണ്ടിട്ട് പ്ലേസ് ചെയ്യും. അപ്പോൾ പ്ലേസിങ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് കോമ്പാക്റ്റ് ചെയ്യുന്ന സമയത്ത് അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനുശേഷം വരുന്ന ക്യൂറിങ് പ്രോസസ്സ് വരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കോൺക്രീറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇത്രയും വേരിയബിൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്ക് നല്ലൊരു കോൺക്രീറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. നോക്ക്, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു കൺട്രോൾ ഓൾ ദീസ് ഫാക്ടേഴ്സ് ഡ്യൂറിങ് ദ കൺസ്ട്രക്ഷൻ പ്രോസസ് വിച്ച് ക്യാൻ ലീഡ് ടു അൺസർട്ടനിറ്റീസ് ഇൻ ദ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് നമുക്ക് കോൺക്രീറ്റിൽ ഇത്രയധികം അൺസർട്ടനിറ്റീസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ കോൺക്രീറ്റിൽ അധികമായിട്ട് കൊടുക്കുന്നത്. ഇത്രയാണ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിൽ പറയാനുണ്ടായിരുന്നത്. അപ്പോൾ തിയറി പോർഷനാണ് നമ്മൾ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറുമായി ബന്ധപ്പെട്ട് പറയേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ നമ്മൾ പറഞ്ഞു മെറ്റീരിയൽസിനും വരുന്നുണ്ട്, ലോഡിനും വരുന്നുണ്ട്. അപ്പോൾ ലോഡുമായി ബന്ധപ്പെട്ട് നമ്മൾ പാർട്ട് എയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് മെറ്റീരിയലുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ മെറ്റീരിയലിൽ തന്നെ കോൺക്രീറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്റ്റീലിന് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ കുറവാണ്. കാരണം അതിൽ വരുന്ന വേരിയേഷൻസ് കുറവാണ്. നേരെ മറിച്ച് കോൺക്രീറ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഇത്രയും പ്രോസസ്സുകൾ ഉള്ളത് കൊണ്ട് തന്നെ അല്ലേ, ക്വാളിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്, അതിൻ്റെ മിക്സിങ് കഴിഞ്ഞിട്ട് വരുന്ന പ്ലേസിങ്, കോമ്പാക്റ്റിങ് ആൻഡ് ക്യൂറിങ്, ഇത്രയും പ്രോസസ്സുകളുണ്ട്. അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സൈറ്റിൽ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് അല്ലേ? ഒരു സ്കിൽഡ് വർക്കേഴ്സൊന്നും അല്ല, അധികം സ്കിൽഡ് വർക്കേഴ്സ് അല്ല. അതേസമയത്ത് സ്റ്റീൽ മാനുഫാക്ചർ ചെയ്യുന്നത് ആ ഒരു ഫാക്ടറിയിൽ അത്രയും നല്ല കണ്ടീഷനിലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ കോൺക്രീറ്റിൻ്റെ കേസിൽ സ്റ്റീലിനേക്കാളും കൂടുതൽ വരുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഈ ഒരു പാർട്ട് ബിയിൽ വന്നിട്ടുള്ള ആദ്യത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രോബ്ലമാണ് വരുന്നത്, നോക്കാം. അതിൽ വന്നിട്ടുള്ള ബി പാർട്ടാണ്. എ സിംഗിൾ റീൻഫോഴ്സ്ഡ് ബീം 200 mm wide has an effective depth 400 mm. It is reinforced with 3 numbers of 16 mm diameter of Fe 415 grade. Determine the moment of resistance of the section if M20 grade concrete is used എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റാസ് ഒന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു ബീമിൻ്റെ ക്രോസ് സെക്ഷൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ക്രോസ് സെക്ഷനിൽ അതിൻ്റെ വിഡ്ത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ, എത്രയാണ്? 200 mm. അപ്പോൾ അതാണ് നമുക്ക് ബി എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാനുള്ളത്. ബി തന്നിട്ടുള്ളത് 200 mm ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എഫക്റ്റീവ് ഡെപ്ത് എത്രയാണ്? 400 mm ആണ്. അപ്പോൾ ഇത് എഫക്റ്റീവ് ഡെപ്ത് അല്ലെങ്കിൽ സ്മോൾ ഡി ആണ്. ഇനി നമുക്ക് റെയിൻഫോഴ്സ്മെൻറ്റിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. എത്ര റെയിൻഫോഴ്സ്മെൻറ്റ് അവിടെ കൊടുത്തിട്ടുള്ളത്? 16 mm അല്ലേ, 16 mm ഡയാമീറ്റർ വരുന്ന ബാർ 3 എണ്ണമാണ് കൊടുത്തിട്ടുള്ളത് ബീമിൻ്റെ ക്രോസ് സെക്ഷനിൽ. അപ്പോൾ നമുക്കറിയാം ബീമിൻ്റെ എവിടെയാണ് സാധാരണ റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുക്കാറുള്ളത്? ടെൻഷൻ സൈഡിലാണ് അല്ലേ. ടെൻഷന് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലി റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ താഴ്ഭാഗത്താണ് നമുക്ക് ബീമിൻ്റെ നോർമൽ കേസിലൊക്കെ വരുന്ന ടെൻഷൻ വരുന്നത് അല്ലേ. ബെൻഡിങ് വരുന്ന സമയത്ത് താഴ്ഭാഗത്ത് ടെൻഷനും മുകളിൽ കംപ്രഷനുമാണ് വരിക. അപ്പോൾ താഴ്ഭാഗത്താണ് നമ്മൾ റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുക. നമുക്ക് ജസ്റ്റ് അത് വെച്ചിട്ടൊരു ക്രോസ് സെക്ഷൻ ഒന്ന് വരച്ച് നോക്കാം. ഇപ്പോൾ ഒരു റെക്റ്റാങ്കുലർ ബീം
ഈ ഒരു രീതിയിൽ ഉണ്ടാവും. അപ്പോൾ ഈ ഡയമെൻഷൻ തന്നിട്ടുണ്ട് എത്രയാണ്, ബി ഈക്വൽ ടു 200 mm എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഡെപ്ത്ത് അല്ലേ, ഡെപ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് എഫക്റ്റീവ് ഡെപ്ത്താണ്. എഫക്റ്റീവ് ഡെപ്ത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 ടൈപ്പ് ഡെപ്ത്ത് ഉണ്ട്, ഓവറാൾ ഡെപ്ത്തും എഫക്റ്റീവ് ഡെപ്ത്തും ഉണ്ട്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്, ഇത് ഓവറാൾ ഡെപ്ത്താണ്. അത് നമ്മൾ ഡിനോട്ട് ചെയ്യാറുള്ളത് ക്യാപിറ്റൽ ഡി വെച്ചിട്ടാണ്. നമുക്കിവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ എഫക്റ്റീവ് ഡെപ്ത്താണ്. അപ്പോൾ എഫക്റ്റീവ് ഡെപ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, റെയിൻഫോഴ്സ്മെൻറ്റിൻ്റെ സെൻറ്ററോയിഡിലുള്ള ദൂരം എവിടെ നിന്ന്, മുകളിലത്തെ കവറിൽ നിന്ന് അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 3 അല്ലെങ്കിൽ 3 നമ്പേഴ്സ് ഓഫ് 16 mm ഡയാമീറ്റർ ബാർസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്യാം. ഈ ഒരു രൂപത്തിലാണ് 3 ബാറുകൾ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ സെൻട്രോയിഡിലേക്കുള്ള ദൂരം ഇവിടെ നിന്ന് ഈ മുകളിൽ നിന്നുള്ള ദൂരം, ഇതാണ് എഫക്റ്റീവ് ഡെപ്ത്ത്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാണ്, 400 mm ആണ്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് ഫിഗർ വരയ്ക്കണം അല്ലേ. ഫിഗർ വരയ്ക്കാൻ പറ്റുന്നിടത്തൊക്കെ നിങ്ങൾ ഫിഗർ മാക്സിമം വരയ്ക്കുക. എന്നിട്ട് അതുപോലെ തന്നെ ഈ റെയിൻഫോഴ്സ്മെൻറ്റ് കാണിക്കുക. റെയിൻഫോഴ്സ്മെൻറ്റ് ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് 3 നമ്പേഴ്സ് ഓഫ് 16 mm ഡയം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഡാറ്റാസ്. ഓക്കെ, അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ്, എന്ത് കാണാൻ വേണ്ടിയിട്ടാണ്, മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് അല്ലേ. മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കാണാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് കാണുക മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ്, നമുക്ക് നോക്കാം. അതിൽ വരുന്ന സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, നോക്ക്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പുകളാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യം നമ്മൾ കാണേണ്ടത് ഈ ഒരു ബീമിൻ്റെ ആക്ച്വൽ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് കാണണം. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു കിട്ടിയിട്ടുള്ള ന്യൂട്രൽ ആക്സിസിൻ്റെ ഡെപ്ത് നമുക്ക് ലിമിറ്റിംഗ് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും അല്ലേ. നമുക്കൊരു ലിമിറ്റിംഗ് വാല്യൂ ഉണ്ട്, നമ്മൾ ഏത് ഗ്രേഡ് സ്റ്റീലാണ് യൂസ് ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ വാല്യൂസ് നമുക്ക് IS കോഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് കമ്പയർ ചെയ്യാം. അത് വെച്ചിട്ട് നമ്മൾ എന്തിനാണ് കമ്പയർ ചെയ്യുന്നത്, ആ ബീം എയ്തർ ഇറ്റ് ഈസ് അണ്ടർ റെയിൻഫോഴ്സ്ഡ് ബീമാണോ, അല്ലെങ്കിൽ ലിമിറ്റിംഗ് ബീമാണോ, അല്ലെങ്കിൽ ബാലൻസ്ഡ് ബീമാണോ, അതും അല്ലെങ്കിൽ ഓവർ റെയിൻഫോഴ്സ്ഡ് ബീമാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഓരോ കേസിനും നമുക്ക് ഓരോ ഇക്വേഷൻസ് ആണ് എന്തിനു വേണ്ടിയിട്ട്, മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻസ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് കാണുന്നത്. ഓക്കെ, എന്നിട്ട് പിന്നെ നമുക്ക് ലിമിറ്റിംഗ് വാല്യൂ ആയിട്ട് അത് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കും. എന്നിട്ട് അതിന് ശേഷം മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കാണും. നേരത്തെ പറഞ്ഞ പോലെ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കാണാൻ 3 കേസിനും, അതായത് അണ്ടർ റെയിൻഫോഴ്സ്ഡ് ആണെങ്കിലും ബാലൻസ്ഡ് ആണെങ്കിലും 2 ഇക്വേഷൻസുകളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, നോക്ക്. മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ IS കോഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞു IS കോഡ് IS 456 ആണ്. അപ്പോൾ IS 456ൻ്റെ അനക്സ് ജിയിൽ കൊടുത്തിട്ടുണ്ട് എന്താണ്, മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഫോർ റെക്റ്റാങ്കുലർ ആൻഡ് T സെക്ഷൻ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്നെ കാണുന്നത്, ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട് എന്താണ്, ഡിറ്റർമിൻ ദ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് ഫ്രം ദ ഫോളോയിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞ് ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. എൻലാർജ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നോക്ക് എന്താണ് ഇക്വേഷൻ, ഇതാ XU/D. XU/D ഈക്വൽ ടു 0.87 FY ഇൻറ്റു AS അല്ലെങ്കിൽ AST, ടെൻഷൻ റെയിൻഫോഴ്സ്മെൻ്റ് ആണ് നമ്മൾ പറയുന്നത്, ഡിവൈഡഡ് ബൈ 0.36 FCK ഇൻറ്റു B ഇൻറ്റു D അല്ലേ, B ഇൻറ്റു D. ഈ ടേംസുകൾ നോക്കാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് നമുക്കിതിൽ ഏതെങ്കിലും വാല്യൂസ് അറിയാത്തതുണ്ടോ, ഉണ്ടോ? നിങ്ങൾ നോക്ക്, ക്വസ്റ്റ്യൻ നോക്ക്. ക്വസ്റ്റ്യനിൽ നമുക്ക് FY അല്ലെങ്കിൽ FCK ഡയറക്റ്റ് തന്നിട്ടില്ല, അതിന് പകരം പറഞ്ഞിട്ടുണ്ട് എന്താണ്, നോക്ക്, ഗ്രേഡ് ഓഫ് സ്റ്റീൽ നമ്മൾ യൂസ് ചെയ്യുന്നത് FE 415 ആണ്. FE 415 ഗ്രേഡ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ FYയുടെ വാല്യൂ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് സ്റ്റീൽ എത്രയാണ് വരുന്നത്, 415 ആണ്. 415 Nm/mm² ആണ് അതിൻ്റെ വാല്യൂ വരിക. അതുപോലെ തന്നെ FCK എന്ന് പറഞ്ഞൊരു ടേം നിങ്ങൾ ആ ഒരു ഇക്വേഷനിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് എന്തിൻ്റെതാണ്, കോൺക്രീറ്റിൻ്റെതാണ്. അപ്പോൾ കോൺക്രീറ്റിൻ്റെ ഗ്രേഡ് എത്രയാണ്, M20 ആണ്. M20 കോൺക്രീറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ FCKയുടെ വാല്യൂ 20 Nm/mm² ആണ് യൂസ് ചെയ്യേണ്ടത്.
ഓക്കെ അല്ലേ? അപ്പോൾ ഇനി നിങ്ങൾ ഇക്വേഷനിലേക്ക് ഒന്നുകൂടി നോക്കുക. ഇനി എന്തൊക്കെയുള്ളത്? ഇത് കോൺസ്റ്റൻറ്റ് അല്ലേ, 0.87 0.87 എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്. FYയുടെ വാല്യൂ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ASTയുടെ വാല്യൂ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? സ്റ്റീൽ റെയിൻഫോഴ്സ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ടെൻഷൻ റെയിൻഫോഴ്സ്മെൻറ്റിൻ്റെ ഏരിയയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഏരിയ നമ്മളിവിടെ കൊടുക്കേണ്ടത് മില്ലിമീറ്റർ സ്ക്വയറിലാണ്. മില്ലിമീറ്റർ സ്ക്വയർ, കാരണം നമ്മൾ FY അതുപോലെ FCK ഒക്കെ എടുത്തിട്ടുള്ളത് ന്യൂട്ടൺ പെർ mm സ്ക്വയറിലാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഏരിയ കൊടുക്കേണ്ടത് മില്ലിമീറ്റർ സ്ക്വയർ തന്നെയാണ്. ഇനി 0.36 പിന്നെ FCK നമ്മൾ പറഞ്ഞു M20 ഗ്രേഡ് കോൺക്രീറ്റ് യൂസ് ചെയ്യുമ്പോൾ FCKയുടെ വാല്യൂ 20 ആണ്. പിന്നെ B/D അല്ലേ, B എന്ന് പറഞ്ഞാൽ ആ ഒരു ബീമിൻ്റെ വിഡ്ത്തും D എന്ന് പറഞ്ഞാൽ ബീമിൻ്റെ ഓവറോൾ ഡെപ്ത് ആണോ? അല്ല, എഫക്റ്റീവ് ഡെപ്ത് ആണ് അല്ലേ. അപ്പോൾ അതും നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമ്മൾ വെച്ചിട്ട് XU/D കാണേണ്ടതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇപ്പോൾ ഡയറക്റ്റ് അറിയാത്തൊരു വാല്യൂ എന്ന് വെച്ചാൽ AST ആണ്. അപ്പോൾ അതെങ്ങനെ കാണാം നോക്കാം. നോക്ക്, നേരത്തെ എഴുതിയിട്ടുള്ള ആ ഇക്വേഷൻ തന്നെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം AST ഒന്ന് കണ്ടു നോക്കാം. AST കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ബീമിൽ അല്ലേ എത്ര പറഞ്ഞിട്ടുള്ളത്? 3 നമ്പേഴ്സ് ഓഫ് 16 mm ഡയാ ബാർസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 16 mm ഡയാ ബാർസ് അല്ലേ, നമ്മൾ ഫിഗർ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫിഗർ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ക്രോസ് സെക്ഷനിൽ ഇങ്ങനെ സർക്കുലർ ഷേപ്പാണ് കാണുക അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു ക്രോസ് സെക്ഷൻ്റെ ഏരിയ കണ്ടിട്ട് × 3 ചെയ്താൽ മതി അല്ലേ. ഇപ്പോൾ AST = എന്താണ്? നമ്പർ ഓഫ് ബാർസ് ഇൻറ്റു ഏരിയ ഓഫ് 1 ബാർ. അപ്പോൾ നമ്പർ ഓഫ് ബാർസ് നമുക്കറിയാം എത്രയാണ്? 3 ആണ്. ഇനി ഇൻറ്റു ഏരിയ ഓഫ് 1 ബാർ. അപ്പോൾ നമുക്കറിയാം സർക്കിളിൻ്റെ ഏരിയ നമ്മളെങ്ങനെ കാണാം? π/4d² വെച്ചാൽ മതി അല്ലേ ഇക്വേഷൻ. അപ്പോൾ π/4 × 16² വെക്കാം. ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഏരിയ കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഏരിയ വരുന്നത് 603.19 ആണ്. 603.19 മില്ലിമീറ്റർ സ്ക്വയർ ആണ് ഇതിൻ്റെ ഏരിയ വരുന്നത്. ഇനി നമുക്ക് ചില ഇക്വേഷനിൽ പെർസെൻറ്റേജ് ഓഫ് റെയിൻഫോഴ്സ്മെൻറ്റും ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, പെർസെൻറ്റേജ് ഓഫ് റെയിൻഫോഴ്സ്മെൻറ്റ് നമ്മൾ എങ്ങനെ കാണാം? PT എന്നാണ് ഡിനോട്ട് ചെയ്യാറുള്ളത്. PT = AST/BD ആണ്. AST/BD. ഈ വാല്യൂ നമുക്കൊന്ന് കൊടുത്തു നോക്കാം. അപ്പോൾ എന്ത് വരും? 603.19 / B അല്ലേ. ബിയുടെ വാല്യൂ എത്രയായിരുന്നു? വിഡ്ത്ത് 200 mm ആയിരുന്നു. 200. അതുപോലെ എഫക്റ്റീവ് ഡെപ്ത് 400 ആയിരുന്നു. ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടേണ്ടുന്ന വാല്യൂ 7.54 × 10⁻³ ആണ്. അത്രയും പെർസെൻറ്റേജ് ആണ്. അതുകൊണ്ട് തന്നെ അതിന് യൂണിറ്റ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇക്വേഷനിൽ AST കിട്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്ന AST കാണാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് XU/D ഒന്ന് കണ്ടു നോക്കാം. നോക്ക്, ഇക്വേഷൻ ഒന്നും കൂടി എടുത്ത് എഴുതാം. XU/D = 0.87 FY AST divided by 0.36 FCK into B/D. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.87 FY എത്രയാണ് വരുന്നത്? 415 ആണ് അല്ലേ. 415 into AST നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. എത്രയാണ്? 603.19 603.19 divided by 0.36 FCK എത്രയാണ് അല്ലേ? കോൺക്രീറ്റ് ഏത് ഗ്രേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ക്വസ്റ്റ്യനിൽ 20 ആണ്. അപ്പോൾ FCKയുടെ വാല്യൂ 20. ഇനി വിഡ്ത്ത് ഇൻറ്റു വിഡ്ത്ത് നമ്മൾ പറഞ്ഞു 200 mm ആണ്. അതുപോലെ തന്നെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ 400 ആണ്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ 0.378 ആണ്. 0.378
അതും ഒരു റേഷ്യോ ആയതുകൊണ്ട് തന്നെ അതിനും യൂണിറ്റ് ഉണ്ടാവില്ല. ഓക്കെ, 0.378. അപ്പോൾ ഇതാണ് നമുക്ക് XU/D കിട്ടിയിട്ടുള്ളത്. നമ്മുടെ സ്റ്റെപ്പിലെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്, XU/D കിട്ടി. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? നമുക്ക് ഈ ഒരു വാല്യൂ കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഏതുമായി ബന്ധപ്പെട്ട് XU_max/D എന്ന് പറഞ്ഞ ലിമിറ്റിംഗ് വാല്യൂമായിട്ട് കമ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ വാല്യൂസ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? അതും IS കോഡിൽ കൊടുത്തിട്ടുണ്ട്. നോക്കാം. ഇതുപോലെ ഈ XU_max/Dയുടെ വാല്യൂസ് നിങ്ങൾക്ക് കോഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ XU_max/Dയുടെ വാല്യൂസ് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രേഡ് ഓഫ് സ്റ്റീലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോർമലി വരുന്ന ഗ്രേഡ് ഓഫ് സ്റ്റീൽസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോർമലി 250 ഉണ്ട്, 415 ഉണ്ട്, അതുപോലെ 500 ഉണ്ട്. പിന്നെ ഇപ്പോൾ ഒക്കെ 550 ഒക്കെ ഉണ്ട് അല്ലേ? 550 ഒക്കെ നമ്മൾ സാധാരണ കാണാറുണ്ട്. പക്ഷേ ഇത് 2000 IS 456 2000 ഇറങ്ങിയിട്ടുണ്ടായിരുന്ന കോഡാണ്. അപ്പോൾ അതിൽ ഈ ഒരു 3 വാല്യൂസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് സാധാരണ ക്വസ്റ്റ്യനുകളിൽ നമ്മുടെ എക്സാമിൽ ക്വസ്റ്റ്യൻസ് കാണാറുള്ളത് എയ്തർ ഇറ്റ് വിൽ ബി FE 250 അല്ലെങ്കിൽ FE 415 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ FE 415 ആയിരുന്നു അല്ലേ? FE 415 കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന XU_maxൻ്റെ വാല്യൂ എന്താണ്? അല്ലെങ്കിൽ XU_max/Dൻ്റെ റേഷ്യോയുടെ വാല്യൂ എത്രയാണ്? 0.48 ആണ്. 0.48. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു വാല്യൂമായി ബന്ധപ്പെട്ടാണ് നമുക്ക് കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായ വാല്യൂ എത്രയായിരുന്നു? 0.378 ആണ് അല്ലേ? XU/D നമുക്ക് കിട്ടിയത് കിട്ടിയത് 0.378 ആണ്. അതേ സമയത്ത് നമുക്ക് കമ്പയർ ചെയ്യേണ്ടുന്ന വാല്യൂ XU_max/D ആണ്. അപ്പോൾ XU_max/Dയുടെ വാല്യൂ നമുക്ക് കോഡിൽ നിന്ന് കിട്ടുന്നത് 0.48 ആണ്. അപ്പോൾ ഇത് കമ്പയർ ചെയ്ത് നോക്കാം. കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുന്നത്? XU/D ഈസ് ലെസ് ദാൻ XU_max/D എന്ന് പറഞ്ഞാൽ നമുക്ക് ലിമിറ്റിംഗ് വാല്യൂവിനേക്കാളും കുറവാണ് എന്ത്? XU/Dയുടെ വാല്യൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബീം എന്ത് ടൈപ്പ് ബീമാണ്? അല്ലെങ്കിൽ ഈ ഒരു സെക്ഷൻ എന്താണ്? അണ്ടർ റെയിൻഫോഴ്സ്ഡ് സെക്ഷനാണ്. അണ്ടർ റെയിൻഫോഴ്സ്ഡ് സെക്ഷൻ. ഓക്കെ, അപ്പോൾ XU/D അല്ലെങ്കിൽ ആക്ച്വൽ XU/D ഈസ് ലെസ് ദാൻ XU_max/D. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദിസ് ബീം ഈസ് അണ്ടർ റെയിൻഫോഴ്സ്ഡ് സെക്ഷൻ. അണ്ടർ റെയിൻഫോഴ്സ്ഡ് ബീമാണ്. ഓക്കെ, നോക്ക്. If the value of XU/D is less than the limiting value, calculate moment of resistance by the following expression. അപ്പോൾ അണ്ടർ റെയിൻഫോഴ്സ് സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് അല്ലേ? മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണല്ലോ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയുള്ള ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്ക് എന്താണ്? 0.87 FY ASD D ഇൻറ്റു 1 - ASD FY/BD ഇൻറ്റു FCK. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടെത്തേണ്ടത് എന്നാണ് കോഡിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. നോക്ക്, MU മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. ബാക്കിയുള്ള വാല്യൂസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് അറിയാം. ഓക്കെ, 0.87 FY അല്ലേ? FY എന്താണ്? 415 ആണ്. സ്റ്റീലിൻ്റെ ഗ്രേഡാണ് ചോദിച്ചിട്ടുള്ളത്. FE 415 ആണ്. ASDയുടെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ? എത്രയായിരുന്നു ASDയുടെ വാല്യൂ? 603.19. അത് മില്ലിമീറ്റർ സ്ക്വയർ തന്നെയാണ് അതിൽ കൊടുക്കേണ്ടത്. ഇനി D എഫക്റ്റീവ് ഡെപ്ത് 400 ആയിരുന്നു. ബാക്കി എന്താ ഉള്ളത്? 1 - ASD ഇൻറ്റു FY അല്ലേ? 603.19 ഇൻറ്റു 415 ഡിവൈഡഡ് ബൈ BD എന്ന് പറയുമ്പോൾ നമുക്ക് 200 ഇൻറ്റു 400 ഇൻറ്റു FCKയുടെ വാല്യൂ 20 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ എക്സ്പ്രഷൻ. അപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ഇത് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വാല്യൂ കിട്ടും. നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 73.48 ഇൻറ്റു 10⁻⁶ ന്യൂട്ടൺ mm ആണ്. അപ്പോൾ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ യൂണിറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. മൊമെൻറ്റിൻ്റെ യൂണിറ്റ് ആണ് വരിക അല്ലേ? മൊമെൻറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ അത് ന്യൂട്ടൺ mm എന്ന് വരും. അപ്പോൾ ഇതിനെ കിലോ ന്യൂട്ടൺ മീറ്ററിലേക്ക് മാറ്റണമെങ്കിൽ ജസ്റ്റ് ഈ 10⁻⁶ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് വരും?
ഇതാണ് നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന വാല്യൂ 73.48 kN/m. ഓക്കെ, നമ്മളെങ്ങനെ ചെയ്ത സ്റ്റെപ്പുകൾ ഇപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നോക്ക്. ആദ്യം നമ്മൾ XU_max/d കണ്ടു അല്ലേ, ആദ്യം നമ്മൾ കണ്ടത് XU/d ആണ്. XU/d കണ്ടു. പിന്നെ നമുക്ക് കോഡിൽ നിന്ന് കിട്ടുന്ന XU/dയുടെ ലിമിറ്റിംഗ് വാല്യൂ നമ്മൾ കോഡിൽ നിന്ന് നോക്കി. എന്നിട്ട് അത് വെച്ച് നമ്മൾ കമ്പയർ ചെയ്തു അല്ലേ. അത് വെച്ചിട്ട് കമ്പയർ ചെയ്ത സമയത്ത് നമുക്ക് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ കിട്ടി. അപ്പോൾ നമുക്ക് ഈ ഒരു കേസിൽ എന്തായിരുന്നു ബീം? അണ്ടർ റെയിൻഫോഴ്സ്ഡ് ബീമായിരുന്നു. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഇക്വേഷനാണ് വെച്ചിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി ചില ക്വസ്റ്റ്യനുകളിൽ നിങ്ങൾ ചിലപ്പോൾ ഏരിയ ഓഫ് സ്റ്റീൽ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബീമിൻ്റെ പ്രോപ്പർട്ടി മാറും. എന്ന് വെച്ചാൽ ചിലപ്പോൾ അത് ഓവർ റെയിൻഫോഴ്സ്ഡ് ബീമൊക്കെ ആയിട്ട് മാറും. ഓക്കെ, നമുക്ക് ആ ഒരു കേസ് കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. അപ്പോൾ അതിന് മുന്നേ ഇതിൻ്റെ ഒരു മാർക്കിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ 10 മാർക്ക് അല്ലേ, 10 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. അപ്പോൾ അതിലെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം റെയിൻഫോഴ്സ്മെൻറ്റിൻ്റെ ഏരിയ കാണാൻ വേണ്ടിയിട്ട് 2 മാർക്കിൻ്റെതാണ് ഇതിൽ സ്കീമിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ന്യൂട്രൽ ആക്സിൻ്റെ ഡെപ്ത്ത് കാണാൻ വേണ്ടിയിട്ട് 2 മാർക്ക്. പിന്നെ അത് കമ്പയർ ചെയ്യുന്ന സമയത്ത് അല്ലേ XU_max/d വെച്ച് കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ ബീം അല്ലെങ്കിൽ ബീമിൻ്റെ സെക്ഷൻ എന്ത് ടൈപ്പ് സെക്ഷനാണ്, അണ്ടർ റെയിൻഫോഴ്സ്ഡ് ആണോ അല്ലെങ്കിൽ ഓവർ റെയിൻഫോഴ്സ്ഡ് സെക്ഷൻ ആണോ എന്ന് വെച്ചിട്ട് ആ ഒരു കൺക്ലൂഷനിലോട്ട് എത്തുന്ന സമയത്ത് അതിന് 2 മാർക്കും. പിന്നെ ലാസ്റ്റ് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ട് 4 മാർക്ക്. ഈ ഒരു രൂപത്തിലാണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് മാർക്കിൻ്റെ. ഓക്കെ, നമുക്ക് ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ തന്നെ വേറൊരു രീതിയിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഏരിയ ഓഫ് സ്റ്റീൽ കൂടുതൽ ചോദിക്കുന്ന രൂപത്തിൽ അതും കൂടി നമുക്കൊന്ന് നോക്കാം. നോക്ക്, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിന് ചെറിയൊരു മാറ്റം. എവിടെ മാറ്റം വന്നിട്ടുള്ളത്? റെയിൻഫോഴ്സ്മെൻറ്റിലാണ് മാറ്റം വന്നിട്ടുള്ളത് അല്ലെ. ബാക്കിയുള്ള വാല്യൂസൊക്കെ സെയിം തന്നെയാണ്. റെയിൻഫോഴ്സ്മെൻറ്റ് നമുക്ക് നേരത്തെ 3 നമ്പർ ഓഫ് 16 mm ബാർ ആയിരുന്നു. അതിന് പകരം എന്താ കൊടുത്തിട്ടുള്ളത്? 4 നമ്പേഴ്സ് ആണ്, 4 നമ്പേഴ്സ്. അപ്പോൾ അവിടെയാണ് ചെറിയൊരു മാറ്റം വന്നിട്ടുള്ളത്. നോക്കാം. അപ്പോൾ സ്റ്റെപ്പുകളൊക്കെ അത് തന്നെയാണ്. XU/d കണ്ടിട്ട് നമുക്ക് ആ ഒരു ലിമിറ്റിംഗ് വാല്യൂ വെച്ചിട്ട് കാണുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ നോക്ക്, ASTയിലല്ലേ നമുക്ക് മാറ്റം വന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഏരിയ ഓഫ് സ്റ്റീൽ ഫോർ ടെൻസൈൽ റെയിൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. AST നമ്മൾ നേരത്തെ കണ്ടത് നമ്പർ ഓഫ് ബാർ ഇൻറ്റു ഏരിയ ഓഫ് 1 സ്റ്റീലാണ്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ബാർ 4 ആണ് അല്ലേ. അപ്പോൾ 4 ഇൻറ്റു π/4 ഇൻറ്റു 16². അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ വരുന്നത് 804.25 mm² ആണ്. ഓക്കെ അല്ലേ. അതായത് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് അല്ലേ. നേരത്തെ അത് 603 പോയിൻറ്റ് സംതിങ് ആയിരുന്നു, ഇപ്പോൾ അത് 804 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇതിലെന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ XU/d ഒന്ന് കണ്ടു നോക്കാം. XU/d 0.87 FY AST divided by 0.36 FCK into BD. ഓക്കെ, 0.87 ഇൻറ്റു FY മാറ്റമില്ല, 415 തന്നെയാണ്. ASTയിൽ മാറ്റമുണ്ട് അല്ലേ. AST ഇപ്പോൾ എത്രയായി? 804.25 ആയി. ഡിവൈഡഡ് ബൈ 0.36 FCK 20 ഇൻറ്റു B ഇൻറ്റു D അല്ലേ. B അതുപോലെ തന്നെ എഫക്റ്റീവ് ഡെപ്തിലൊന്നും മാറ്റമില്ല, സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, സെയിം വാല്യൂസ് തന്നെയാണ് അല്ലേ. അപ്പോൾ ASTയിൽ മാത്രമാണ് ചേഞ്ച് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ AST കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും XU/dയുടെ വാല്യൂ കൂടും. അപ്പോൾ ആ ഒരു വാല്യൂ വരുന്നത് XU/dയുടെ വാല്യൂ നമുക്ക് വരുന്നത് 0.504 ആണ്. 0.504. ഓക്കെ, അപ്പോൾ XU/dയുടെ വാല്യൂ നമുക്ക് കിട്ടിയത് 0.504 ആണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇത് കമ്പയർ ചെയ്യണം അല്ലേ. ഏത് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യാം? ഒരു Fe415 സ്റ്റീൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ വരുന്ന XU_max/dയുടെ വാല്യൂമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യണം. അപ്പോൾ നോക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ സംഗതി തന്നെയാണ് അല്ലേ. Fe415 ആണെങ്കിൽ അതിൻ്റെ വാല്യൂ 0.48 ആണ് അല്ലേ. നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ എത്രയായിരുന്നു? കിട്ടിയിട്ടുള്ള വാല്യൂ 0.504 ആണ്. അപ്പോൾ 0.504 ഈസ് ഒബ്വിയസ്ലി ഗ്രേറ്റർ ദാൻ 0.48. ഇപ്പോൾ ലിമിറ്റിംഗ് വാല്യൂവിനേക്കാളും കൂടുതലാണ് എന്ത് നമുക്ക് കിട്ടിയിട്ടുള്ള XU_max/d. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബീം അല്ലെങ്കിൽ ഈ ഒരു സെക്ഷൻ എന്താണ്?
ഓവർ റെയിൻഫോഴ്സ്ഡ് സെക്ഷനാണ്. ഓക്കെ, അപ്പോൾ എക്സ് യു ബൈ ഡി ഈസ് ഗ്രേറ്റർ ദാൻ എക്സ് യു മാക്സ് അല്ലെങ്കിൽ ലിമിറ്റിംഗ് വാല്യൂവിനേക്കാളും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബീം ഓവർ റെയിൻഫോഴ്സ്ഡ് സെക്ഷനാണ്. ഓവർ റെയിൻഫോഴ്സ്ഡ് സെക്ഷൻ. അപ്പോൾ ഓവർ റെയിൻഫോഴ്സ്ഡ് സെക്ഷൻ ആകുന്ന സമയത്ത് നമ്മൾ നേരത്തെ നമ്മൾ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കാണാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന ഇക്വേഷൻ തന്നെയാണോ? അല്ല, അതിൽ മാറ്റമുണ്ട്, ഇക്വേഷനിൽ മാറ്റമുണ്ട്. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നോക്കാം. ഇഫ് ദ വാല്യൂ ഓഫ് എക്സ് യു ബൈ ഡി ഈസ് ഈക്വൽ ടു ദ ലിമിറ്റിംഗ് വാല്യൂ, അതായത് നമ്മൾ ലിമിറ്റിംഗ് വാല്യൂ വെച്ചിട്ടാണ് നമ്മളിത് കാണുന്നത്. കാരണം അതിന് മുകളിലേക്ക് ഒരിക്കലും പോകില്ല. ഓക്കെ, ഓവർ റെയിൻഫോഴ്സ്ഡ് സെക്ഷൻ നമ്മൾ ഒരിക്കലും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൽ തന്നെ മാക്സിമം വരുന്നത് ഈ ഒരു ലിമിറ്റിംഗ് വാല്യൂ ആണ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ, അതായത് ബാലൻസ്ഡ് സെക്ഷനിൽ വരുന്ന വാല്യൂ, മാക്സിമം വാല്യൂ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താണ്? 0.36 എക്സ് യു മാക്സ് ബൈ ഡി ഇൻറ്റു 1 - 0.42 എക്സ് യു മാക്സ് ബൈ ഡി ഇൻറ്റു ബി ഡി സ്ക്വയർ ഇൻറ്റു എഫ് സി കെ എന്ന് പറഞ്ഞ ഇക്വേഷനാണ്. ഓക്കെ, പിന്നെ പറഞ്ഞിട്ടുണ്ട് ഇഫ് എക്സ് യു ബൈ ഡി ഈസ് ഗ്രേറ്റർ ദാൻ ദ ലിമിറ്റിംഗ് വാല്യൂ ദ സെക്ഷൻ ഷുഡ് ബി റീഡിസൈൻഡ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സെക്ഷന് ശരിക്കും റീഡിസൈൻ ചെയ്യേണ്ടതാണ് അല്ലേ. നമുക്ക് അതിൻ്റെ വെടുത്ത് അല്ലെങ്കിൽ ഡെപ്തിലൊക്കെ മാറ്റം വരുത്തി അല്ലെങ്കിൽ ASD-യിലൊക്കെ മാറ്റം വരുത്തിയിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല, ജസ്റ്റ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എങ്ങനെ കാണുന്നത് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വെക്കാനുള്ളത് ഈ ഒരു ഇക്വേഷനാണ്. ഈ ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 0.36 അല്ലേ. എക്സ് യു മാക്സ് ബൈ ഡി എത്രയാണ് നമുക്ക് കിട്ടിയത്? എക്സ് യു മാക്സ് ബൈ ഡി 0.48 ആണ് എക്സ് യു മാക്സ് ബൈ ഡി അല്ലേ. 0.48 ഇൻറ്റു 1 - 0.42 ഇൻറ്റു വീണ്ടും എക്സ് യു മാക്സ് ബൈ ഡി തന്നെയാണ്. അപ്പോൾ 0.48 ഇൻറ്റു ബി ഡി അല്ലേ. ബി ഡി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് വിഡ്ത്ത് വരുന്നത് 200 ആണ്, ഡെപ്ത് വരുന്നത് 400 ആണ്, ഇൻറ്റു സ്ക്വയർ ഉണ്ട്, പിന്നെ ഇൻറ്റു 20. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ ആൻസർ വരുന്നത് 88.37 ആണ്. ഇൻറ്റു 10⁶ Nm. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കിലോ ന്യൂട്ടൺ മീറ്ററിലേക്ക് മാറ്റുന്ന സമയത്ത് എന്ത് വരും? ഈ ഒരു വാല്യൂ ആണ് നമുക്ക് വരുന്നത് 88.37 അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന വാല്യൂ എത്രയായിരുന്നു? ഇതിനേക്കാളും കുറവായിരുന്നു അല്ലേ. അണ്ടർ റെയിൻഫോഴ്സ്ഡ് ബീമാണ്. അപ്പോൾ ഇവിടെ കുറച്ചുകൂടി കൂടി, ഇതാണ് ലിമിറ്റിംഗ് വാല്യൂ. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ കാണാം, എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഡയമെൻഷൻസ് കാര്യങ്ങൾ കാണേണ്ടതാണ്. അതാണ് നമുക്ക് ശരിക്കും റീഡിസൈൻ ചെയ്യുന്ന സമയത്ത് വരുന്ന സ്റ്റെപ്പുകൾ. അപ്പോൾ അതിലേക്ക് നമ്മൾ പോകുന്നില്ല, ജസ്റ്റ് ഇത്രയും പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇപ്പോൾ രണ്ടും രണ്ട് ഇക്വേഷനാണ് അല്ലേ. അണ്ടർ റെയിൻഫോഴ്സ്ഡ് സെക്ഷന് ഒരു ഇക്വേഷനാണ്, അതേ സമയത്ത് ഓവർ റെയിൻഫോഴ്സ്ഡ് സെക്ഷൻ അല്ലെങ്കിൽ ലിമിറ്റിംഗ് സെക്ഷന് മറ്റൊരു ഇക്വേഷനാണ്. അപ്പോൾ ഈ ഇക്വേഷൻസ് ഒന്നും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. എല്ലാം തന്നെ കോഡിലുണ്ട്. കോഡിൽ എവിടെ കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അനക്സ് ജിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കാണാൻ വേണ്ടിയുള്ള ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ എക്സ് യു മാക്സ് ബൈ ഡി അല്ലെങ്കിൽ എക്സ് യു ബൈ ഡിയുടെ ഇക്വേഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ ഡീൽ ചെയ്യുന്ന ഒരു 90% ഓഫ് ഇക്വേഷൻസ് പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെപ്പ് കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് IS കോഡിൽ കൊടുത്തിട്ടുണ്ട്. IS കോഡ് ഇതുപോലെ തന്നെ ഇനി നമുക്ക് കോളത്തിൻ്റെ ഒക്കെ ഡിസൈനിൽ വരുന്ന സമയത്ത് SP16 അല്ലെങ്കിൽ SP ഡിസൈൻ ഏഡുകളും കൂടി യൂസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഓൾറെഡി ആ കാര്യങ്ങളൊക്കെ തന്നെ അതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെയാണ് നോക്കേണ്ടത്, അതായത് എക്സാമിൻ്റെ സമയത്ത് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് നോക്കേണ്ടത് കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം തന്നെ പഠിച്ചു വെക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, നമുക്ക് ഒരിക്കലും കോഡിൽ കറക്റ്റ് ആ ഒരു ഓർഡറിലല്ല കൊടുത്തിട്ടുണ്ടാവുക. പല വാല്യൂസ് നമുക്ക് പല ഭാഗത്തു നിന്നാവും കോഡിലുണ്ടാവുക. അപ്പോൾ നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുന്നേ ആയിട്ട് ആ കോഡുമായിട്ട് നല്ല തറവായിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു പർട്ടിക്കുലർ ടൈമിൻ്റെ ഉള്ളിൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കോഡ് മറിക്കുന്ന സമയത്ത് ഓരോന്നും ഓരോ വാല്യൂസ് എവിടേക്കാണ് വരുന്നത്, ഓരോ ഇക്വേഷൻസ് എവിടേക്കാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കറക്റ്റ് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു സബ്ജക്റ്റ് സിമ്പിളായിട്ട് പാസ്സാവാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ഈ ഒരു പാർട്ട് ബിയിൽ വരുന്ന രണ്ടാമത്തെ സെറ്റ് ക്വസ്റ്റ്യൻസുകൾ കൂടെ നോക്കാം. സോ പാർട്ട് ബിയിൽ വരുന്ന രണ്ടാമത്തെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യനുകൾ നോക്കാം. അപ്പോൾ 2 ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3 മാർക്കിൻ്റെതാണ്, പിന്നെ അത് 11 മാർക്കിൻ്റെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് പല രീതിയിലുണ്ടാവാം. തൊട്ട് മുന്നേ
ചെയ്ത പ്രോബ്ലംസ് എങ്ങനെയായിരുന്നു 4 മാർക്കും 10 മാർക്കും അങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നത്. ഇവിടെ വന്നിട്ടുള്ളത് 3 മാർക്കും 11 മാർക്കുമാണ്. അപ്പോൾ ഇവിടെയും തന്നെ 3 മാർക്ക് ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ്, പിന്നെ 11 മാർക്കിന് ചോദിച്ചിട്ടുള്ളത് ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്, അല്ലെ, ഒരു ഡിസൈൻ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നോക്കാം. ഫസ്റ്റ് എന്താണ്? ഡിഫൈൻ ലിമിറ്റ് സ്റ്റേറ്റ്. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ലിമിറ്റ് സ്റ്റേറ്റ് ഡിസൈൻ. അപ്പോൾ ലിമിറ്റ് സ്റ്റേറ്റ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവുകൾ എന്തൊക്കെയാണ്? ഒരു 3 മാർക്കാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു 3 പോയിൻ്റൊക്കെ എഴുതിയാൽ തന്നെ നല്ല രീതിയിൽ എഴുതി കഴിഞ്ഞാൽ ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ലിമിറ്റ് സ്റ്റേറ്റ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം ഡിസൈൻ ഫിലോസഫീസ് അറിയണം. ഓക്കെ, ഡിസൈൻ ഫിലോസഫീസ് നമുക്ക് പ്രധാനമായിട്ടും RCCയിൽ 3 ടൈപ്പ് ഡിസൈൻ ഫിലോസഫീസ് ആണുള്ളത്. RCC അല്ലെങ്കിൽ റെയിൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റിൽ നമുക്ക് ഡിസൈൻ ഫിലോസഫീസ് എന്ന് പറഞ്ഞാൽ ഒന്ന് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡാണ്. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ്. അതിന് ഷോർട്ടായിട്ട് നമ്മൾ WSM എന്നും പറയാറുണ്ട്. അതുപോലെ തന്നെ വരുന്ന മറ്റൊരു മെത്തേഡാണ് അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡ്. അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡ്. ഇനി മൂന്നാമത് വരുന്നതാണ് നമ്മൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്. നമ്മൾ മുന്നേ ഉപയോഗിച്ചിരുന്നതാണ് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ്. ഓക്കെ, പിന്നെ അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നിലവിൽ അധികം പ്രോബ്ലംസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ അത് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സിലബസിൽ പഠിക്കാനുള്ളത് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡാണ്. മുന്നേയൊക്കെ സിലബസിൽ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇനി അതുപോലെ തന്നെ നമുക്ക് ഒരു വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ നമ്മൾ കുറച്ചുകൂടി സേഫ്റ്റി കൺസിഡർ ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വാട്ടർ ടാങ്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഇപ്പോഴും വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രണ്ടിനും കമ്പാരിസൺ ജസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതൊരു ഇലാസ്റ്റിക് മെത്തേഡാണ്, ഇലാസ്റ്റിക് അപ്രോച്ചാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതേ സമയത്ത് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ അത് പ്ലാസ്റ്റിക് അനാലിസിസ് ആണ്. ഓക്കെ, അപ്പോൾ ബേസിക്കായിട്ട് ഇത്രയും അറിഞ്ഞിരിക്കുക. നമുക്ക് ഡിസൈൻ ഫിലോസഫീസ് 3 ഉണ്ട്. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് ഉണ്ട്, അൾട്ടിമേറ്റ് ലോഡ് മെത്തേഡ് ഉണ്ട്, പിന്നെ നമ്മൾ പഠിക്കുന്ന ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ വരുന്ന ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡാണ് ഇപ്പോൾ നമ്മൾ ഇനി പറയുന്നത്. നോക്ക്, ദ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഈസ് എ മെത്തേഡ് ഓഫ് ഡിസൈൻ ഓഫ് റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ട്രക്ചർ ആൻഡ് സ്റ്റീൽ സ്ട്രക്ചർ, അല്ലേ, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇൻ ദ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഓഫ് ഡിസൈൻ ദ മെറ്റീരിയൽസ് അൾട്ടിമേറ്റ് സ്ട്രെങ്ത്, ഈ ഒരു പോയിൻ്റാണ് ഇമ്പോർട്ടൻറ്റ്. Materials ultimate strength is considered for the design and material safety factor is applied to them. നമ്മൾ നേരത്തെ സേഫ്റ്റി ഫാക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മെറ്റീരിയലിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് കൺസിഡർ ചെയ്യുന്നുണ്ട് ഡിസൈൻ പ്രോസസ്സിൽ. അതേസമയത്ത് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിലൊക്കെ നമ്മൾ ആ ഒരു മെറ്റീരിയലിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത്തിലേക്ക് പോകുന്നില്ല, അതിൽ കുറച്ചൊരു ഫാക്ടർ ഓഫ് സേഫ്റ്റി കുറച്ച് കൂടുതൽ അപ്ലൈ ചെയ്തിട്ട് അത് കുറച്ച് താഴത്തേക്കാണ് വരുന്നത്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ മെറ്റീരിയലിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് കുറച്ചുകൂടി കൂടുതലാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസൈൻ കുറച്ചുകൂടി എക്കണോമിക്കലായിരിക്കും, മറ്റേ സമയത്ത് അത് ആയിരിക്കില്ല. ഓക്കെ, ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. ഇനി ജസ്റ്റ് ഒബ്ജക്റ്റീവ്സ് എന്ന് കൂടി ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതും കൂടി ഒന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഡിസൈൻ ഓഫ് സ്ട്രക്ചർ ബൈ ദിസ് മെത്തേഡ് ഈസ് ടു എൻഷുർ ദ അക്സെപ്റ്റബിൾ പ്രോബബിലിറ്റി ദാറ്റ് ദി സ്ട്രക്ചർ വിൽ ബി യൂസബിൾ ഇൻ ഇറ്റ്സ് ഓവറോൾ ലൈഫ് സ്പാൻ. അപ്പോൾ നമുക്ക് ആ ഒരു സ്ട്രക്ചർ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് പറ്റണം, അതാണ് അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്. എങ്ങനെയാണെങ്കിൽ to ensure the acceptable probability that the structure will be usable in its overall life എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഒരു പ്രത്യേകം കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ലിമിറ്റ് സ്റ്റേറ്റ് 2 തരമുണ്ട്. ഒന്ന് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സും ഉണ്ട്, അതുപോലെ തന്നെ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിയബിലിറ്റി ഉണ്ട്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്ക്, ഓൾ റിലവൻറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്സ് ഷോൾ ബി കൺസിഡേർഡ് ഇൻ ദ ഡിസൈൻ ടു എൻഷുർ ആൻ അഡിക്വേറ്റ് ഡിഗ്രി ഓഫ് സേഫ്റ്റി ആൻഡ് സർവീസിയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റിനെ ആൻസർ ചെയ്യുന്ന സമയത്ത് പറ്റുകയാണെങ്കിൽ ആ ഡിസൈൻ ഫിലോസഫീസ് ഒന്ന് എഴുതാം. 3 ഡിസൈൻ ഫിലോസഫീസ് ഉണ്ട്, അതിൽപ്പെട്ട ഒന്നാണ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് എന്ന് പറയാം. എന്നിട്ട് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ എന്താണ് വരുന്നതെന്ന് പറയാം. ഈ ഒരു 2 ഒബ്ജക്റ്റീവ് കൂടെ എഴുതാം. അപ്പോൾ നമുക്ക് അറിയാം ഇതൊരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഇസ് മോർ ദാൻ ഇനഫ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡിസൈൻ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ 11 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതുപോലെ ഒരു പ്രോബ്ലം തന്നെയായിരുന്നു. അവിടെ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ബീമിൻ്റെ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കാണാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, ബീം ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഡിസൈൻ എ സിംഗിളി റീഇൻഫോഴ്സ്ഡ് റെക്ടാങ്കുലർ ബീം സിംപ്ലി സപ്പോർട്ടഡ് ഓവർ ആൻ എഫക്റ്റീവ് സ്പാൻ 7 meter. The beam has to support a live load of 20 kN per meter. യൂസ് M20 കോൺക്രീറ്റ് ആൻഡ് FE 415 സ്റ്റീൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, ഈ ബീം ഡിസൈൻ ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് നമ്മളവിടെ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടെത്തേണ്ടത്, ആ ബീമിൻ്റെ വിഡ്ത്ത് കണ്ടെത്തണം, ഡെപ്ത് കണ്ടെത്തണം, അതോടൊപ്പം എന്ത് കണ്ടെത്തണം, ആ ബീമിൽ യൂസ് ചെയ്യുന്ന റെയിൻഫോഴ്സ്മെൻറ്റ് അല്ലേ, റെയിൻഫോഴ്സ്മെൻറ്റ് സ്റ്റീൽ കണ്ടെത്തണം. അപ്പോൾ അത് കണ്ടെത്തുന്ന സമയത്ത് റെയിൻഫോഴ്സ്മെൻറ്റ് സ്റ്റീൽ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എത്ര നമ്പർ ഓഫ് ബാർസ് യൂസ് ചെയ്യണം, അതുപോലെ തന്നെ ആ ഒരു നമ്പർ ഓഫ് ബാർസ്, ഏത് നമ്പർ ഓഫ് ബാർസ് അല്ലെങ്കിൽ ആ നമ്പർ ബാറിൻ്റെ ഡയാമീറ്റർ കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഒന്ന് ബീമിൻ്റെ വിഡ്ത്ത്, അതുപോലെ തന്നെ എഫക്റ്റീവ് ഡെപ്ത്, പിന്നെ AST. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബീം ഡിസൈൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടെത്തേണ്ട കാര്യങ്ങൾ, നമ്മൾ ചെയ്ത് വർക്കൗട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ എന്തൊക്കെയാണ്, നമ്മൾ യൂസ് ചെയ്യേണ്ട കോൺക്രീറ്റ് അത് M20 ഗ്രേഡ് കോൺക്രീറ്റ് ആണ് പറഞ്ഞിട്ടുണ്ട്. പിന്നെയോ സ്റ്റീലിൻ്റെ ഗ്രേഡ് എത്രയാണ്, FE 415 ആണ്. FE 415 ആണ്. പിന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ബീമിൻ്റെ സ്പാൻ അല്ലേ, ബീമിൻ്റെ എഫക്റ്റീവ് സ്പാൻ എത്രയാണ്, 7 meter ആണ്. അപ്പോൾ 7 meterൽ ഒരു ബീം നിൽക്കുകയാണ് എന്ന് വെച്ചാൽ അതിൻ്റെ കണ്ടീഷൻ എന്താണ്, എൻ്റെ കണ്ടീഷൻസ് സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ് 7 meterൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ അതിൽ വരുന്ന ലോഡ് അല്ലേ, ഇറ്റ് ഹാസ് ടു സപ്പോർട്ട് എ ലൈവ് ലോഡ് ഓഫ് 20 kN per meter. അപ്പോൾ 20 kN per meter ഇതിൽ വരുന്ന ലൈവ് ലോഡാണ്, UDL ആണ്. UDL ആയതുകൊണ്ട് തന്നെ നമുക്കത് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ലൈവ് ലോഡിൻ്റെ വാല്യൂ ആണ് ഇവിടെ എഴുതുന്നത്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 20 kN per meter. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നമുക്ക് ഈ ബീമിൻ്റെ ഡെപ്ത്ത് അല്ലെങ്കിൽ വിഡ്ത്ത് ടു ഡെപ്ത്ത് ഒരു റേഷ്യോ നമ്മൾ അസ്യൂം ചെയ്യണം. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടെത്തണം, ഈ ബീമിൽ വരുന്ന ലോഡ് നമ്മൾ ആദ്യം കണ്ടെത്തണം. കാരണം എന്തിനാണ്, ആ ബീമിൽ വരുന്ന മാക്സിമം മൊമെൻറ്റ്, ബെൻഡിങ് മൊമെൻറ്റിൻ്റെ മാക്സിമം വാല്യൂ കണ്ടെത്തണം. അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ മാക്സിമം വാല്യൂ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ലോഡ് അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ ലോഡ് ഇപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ലൈവ് ലോഡ് മാത്രമേ തന്നിട്ടുള്ളൂ. എത്രയാണ്, 20 kN per meter. ഇത് മാത്രമായിരിക്കും ആ ഒരു ബീമിൽ ഉണ്ടാകുന്ന ലോഡ് അല്ല, വേറെ എന്താ ഉണ്ടാവുക, ആ ബീമിൻ്റെ സെൽഫ് വെയിറ്റ് കൂടെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ബീം നമ്മൾ നോർമലി ഉണ്ടാക്കുന്നത് RCC വെച്ചാണ്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ബീമിൻ്റെ സെൽഫ് വെയിറ്റ് കൂടെ കണ്ടെത്തണം. അപ്പോൾ ആ സെൽഫ് വെയിറ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് അല്ലേ, ബെൻഡിങ് മൊമെൻറ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ലോഡ് അറിഞ്ഞിരിക്കണം. ആ ലോഡ് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഡെഡ് ലോഡ് കൂടെ കണ്ടെത്തണം. ആ ഡെഡ് ലോഡ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ ബീമിൻ്റെ ക്രോസ് സെക്ഷൻ ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യണം. അസ്യൂം ചെയ്തിട്ട് നമ്മൾ ആ ഒരു ലോഡ് കണ്ടെത്തും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെ വരുന്നതെന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് MU ആണ്, MU കണ്ടെത്തണം ആദ്യം. പിന്നെ XUmax/D നമുക്ക് കോഡിൽ നിന്ന് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് MU ലിമിറ്റ് കിട്ടും. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു MU ലിമിറ്റും MUം കൂടെ ഇക്വേറ്റ് ചെയ്യും. അത് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെ, MU ലിമിറ്റിൽ നമ്മൾ ഡിയുടെ ടേംസിലാണ് എഴുതുക. ഇവിടെ നമ്മളൊരു എക്സ്പ്രഷൻ ഉണ്ടാവും, ആൻഡ് ഇറ്റ് വിൽ ബി എ ഫംഗ്ഷൻ ഓഫ് D. അപ്പോൾ അത് നമ്മൾ ഈ ഒരു MUലേക്ക് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഡെപ്തിൻ്റെ വാല്യൂ കിട്ടും, ഡെപ്ത് കിട്ടും. ഡെപ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നോർമലി വിഡ്ത്തും കിട്ടും. കാരണം നമ്മൾ വിഡ്ത്ത് ടു ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഒരു റേഷ്യോ നമ്മൾ അസ്യൂം ചെയ്യാണ് ചെയ്യാറുള്ളത്. ഓക്കെ, പിന്നെ അടുത്തത് ഫൈൻഡ് PT അല്ലെങ്കിൽ ടെൻസൈൽ റെയിൻഫോഴ്സ്മെൻറ്റ് കണ്ടെത്തുക. പിന്നെ ലാസ്റ്റ് AST കണ്ടെത്തുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 കാര്യങ്ങളായിരുന്നു കണ്ടെത്തേണ്ടത്. ഒന്ന് വിഡ്ത്ത്, ഡെപ്ത് ആൻഡ് AST. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നോക്ക്, ഫോർ കമ്പ്യൂട്ടേഷൻ ഓഫ് സെൽഫ് വെയ്റ്റ് ലെറ്റ് us assume that the beam has a size of 300 mm to 600 mm. അപ്പോൾ നമ്മൾ നോർമലി നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് അസ്യൂം ചെയ്യുകയാണ് ബീമിൻ്റെ ക്രോസ് സെക്ഷണൽ ഷേപ്പ്. അപ്പോൾ ഇത് 300ഉം 600ഉം ആണ്. നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. നമ്മൾ അതിന് സെൽഫ് വെയിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നോക്ക്, നമ്മൾ സെൽഫ് വെയിറ്റ് കാണുകയാണ്. അതായത് നമ്മളിപ്പോൾ നേരത്തെ ലൈവിലോട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന യൂണിറ്റ് എന്തിലായിരുന്നു, യൂണിറ്റ് kN per meter ആയിരുന്നു. അതായത് ആ ബീമിൽ 1 മീറ്റർ നമ്മൾ എടുക്കുന്ന സമയത്ത് 1 മീറ്ററിൽ ആക്ട് ചെയ്യുന്ന ലൈവ് ലോഡിൻ്റെ വാല്യൂ ആണ്
നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ, നമുക്ക് യൂണിറ്റിൽ നിന്ന് നമുക്ക് നോക്കിയാൽ കിട്ടും. അപ്പോൾ അത് 20 ആണ്. അപ്പോൾ അതിനോട് കൂടെ നമ്മൾ എന്ത് ചെയ്യണം, സെൽഫ് വെയിറ്റ് അല്ലെങ്കിൽ ഡെഡ് ലോഡ് കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഡെഡ് ലോഡ് അല്ലെങ്കിൽ സെൽഫ് വെയിറ്റ് എങ്ങനെ കണ്ടെത്തുന്നത്? ആ ബീമിൻ്റെ ക്രോസ് സെക്ഷൻ നമ്മൾ പറഞ്ഞു എത്രയാണ്, 300 mm × 600 mm ആണ്. 300 mm എന്ന് പറഞ്ഞാൽ 0.3 മീറ്റർ ആണ് അല്ലേ, 600 mm എന്ന് പറഞ്ഞാൽ 0.6 മീറ്റർ ആണ്. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് 0.3 × 0.6 അല്ലേ, വിഡ്ത്ത് ഇൻറ്റു ഡെപ്ത് ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ നമ്മൾ 1 മീറ്റർ ലെങ്ത്തിലേക്കാണ് കണ്ടെത്തുന്നത്, ഇൻറ്റു 25. അപ്പോൾ 25 എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺക്രീറ്റിൻ്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ യൂണിറ്റ് വെയിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത സമയത്ത് നമുക്ക് എന്ത് കിട്ടി, 4.5 kN/m എന്ന് കിട്ടി. ഇതാണ് ആ ബീമിൽ വരുന്ന ഡെഡ് ലോഡ് എന്ന് വെച്ചാൽ ആ ബീമിൻ്റെ സെൽഫ് വെയിറ്റ് കാരണം ഉണ്ടാകുന്ന ആ ബീമിൽ വരുന്ന ലോഡ്. ഇനി ടോട്ടൽ ലോഡ് നമ്മൾ കണ്ടെത്തുകയാണ് അല്ലേ. ടോട്ടൽ ലോഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡാണ്. അപ്പോൾ ലൈവ് ലോഡ് ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, എത്രയാണ്, 20 ആണ്. ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടിയിട്ടുള്ള വാല്യൂ ആണ്. ഈ 4.5 എന്ന് പറഞ്ഞ വാല്യൂ എന്താണ്, നമ്മളിവിടെ കണ്ടെത്തിയ വാല്യൂ ആണ്, സെൽഫ് വെയിറ്റ് ആണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 24.5 kN/m എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് ശരിക്കും ആ ഒരു ബീമിൽ ആക്ട് ചെയ്യുന്ന ലോഡ്. പക്ഷേ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ലോഡിനല്ല ഡിസൈൻ ചെയ്യുക, ഇതിനേക്കാളും ഒരു ഹയർ വാല്യൂ ലോഡ് ആ ബീമിൽ വന്ന് ആക്ട് ചെയ്യുമെന്ന് മുൻകൂട്ടി കണ്ടിട്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അക്കൗണ്ട് ചെയ്യുന്ന ഫാക്ടറാണ് എന്ത്, പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ. നമ്മൾ നേരത്തെ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറുമായി ബന്ധപ്പെട്ട് പറഞ്ഞ സമയത്ത് അതിൻ്റെ ഒരു ടേബിളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ടേബിൾ 18 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് വരുന്ന സമയത്ത് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ എത്രയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അത് 1.5 ആണ്. പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ 1.5 എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ള ഈ ലോഡിനെ നമ്മൾ 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് ആ ലോഡ് കണ്ടെത്തുക, ആ ലോഡിനാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, അൾട്ടിമേറ്റ് ഡിസൈൻ ലോഡ് അല്ലെങ്കിൽ ഡിസൈൻ ലോഡ് അല്ലേ. ഡിസൈൻ ലോഡ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ്, അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള ലോഡ് ഇൻറ്റു പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ. പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും, നമ്മുടെ IS കോഡിൽ ടേബിൾ 18 കൊടുത്തിട്ടുണ്ട്. നേരത്തെ കാണിച്ചതുകൊണ്ടാണ് വീണ്ടും കാണിക്കാത്തത്. ടേബിൾ 18 കൊടുത്തിട്ടുണ്ട്. ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് ആണെങ്കിൽ അത് 1.5 ആണ്. ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് പ്ലസ് വിൻഡ് ലോഡ് കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് 1.2 ആണ്. അപ്പോൾ ഇവിടെ വിൻഡ് ലോഡൊന്നും വരുന്നില്ല, ബീമാണ്. അപ്പോൾ അവിടെ അത് പ്രത്യേകം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മളത് എടുക്കേണ്ട ആവശ്യമില്ല. നോക്ക്, അൾട്ടിമേറ്റ് ഡിസൈൻ ലോഡ് എന്താണ്, 1.5 അല്ലേ. 1.5 എന്ന് പറഞ്ഞാൽ ഈ ഒരു γF ആണ്, ഇൻറ്റു 24.5 നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത് ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് 36.75 kN/m എന്ന് കിട്ടും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആ ഒരു ബീമിൽ വന്ന് ആക്ട് ചെയ്യുന്ന ലോഡ്, അതായത് ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കുക, MUD, അതായത് ഈ ഒരു ബീമിൽ വരുന്ന മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ബെൻഡിങ് മൊമെൻ്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ഡിസൈന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അൾട്ടിമേറ്റ് ബെൻഡിങ് മൊമെൻറ്റ്. ആ വാല്യൂ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു UDL സിംപ്ലി സപ്പോർട്ടഡ് ബീമാണെന്നുണ്ടെങ്കിൽ, സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ UDL വന്ന് ആക്ട് ചെയ്യുന്ന സമയത്ത് UDLൻ്റെ വാല്യൂ W ആണെന്നുണ്ടെങ്കിൽ ഇതിൽ വരുന്ന ബെൻഡിങ് മൊമെൻറ്റ്, മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എത്രയാണ് വരുന്നത്, W × L²/8 എന്ന് പറഞ്ഞ വാല്യൂ ആണ് വരിക. W × L²/8. L എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ലെങ്ത് ആണ്, പിന്നെ W എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ UDLൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു UDLൻ്റെ വാല്യൂ ആണ് ഇപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. എത്രയാണ്, 36.75. അപ്പോൾ ആ ഒരു സംഭവമാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. നോക്ക്, ഈക്വേഷൻ WL²/8 അല്ലേ, ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള W, 36.75. ഫാക്ടർ ഓഫ് സേഫ്റ്റി കൂടെ അപ്ലൈ ചെയ്തിട്ടുള്ള വാല്യൂ ആണ്. ഇനി അതുപോലെ 7 എന്ന് പറഞ്ഞാൽ എന്താണ്, എഫക്റ്റീവ് ലെങ്ത് ആണ്. എഫക്റ്റീവ് ലെങ്ത് അത് എവിടെ നിന്നാണ് കിട്ടിയത്, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. 36.75 × 7²/8 എന്ന് പറഞ്ഞത് ഇക്വേഷനിലുള്ളതാണ്, WL²/8 എന്ന് പറഞ്ഞ ഇക്വേഷൻ. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ 225.09 kN/m. അതിനെ Nm മാറ്റി, അപ്പോൾ ഇൻറ്റു 10⁶ കൂടെ ഉണ്ടാവും. ഇത്രയാണ് അതിൽ വരുന്നത്. ഇനി നമുക്ക് അടുത്തുള്ളത് XUmax/D. XUmax/Dയുടെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ടേബിൾ തന്നെയാണ് അല്ലേ. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സ്റ്റീൽ ഏതാണ്, Fe415 ആണ്. Fe415 സ്റ്റീലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. Fe415 സ്റ്റീലിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന XUmax/D എത്രയാണ്, 0.48 ആണ്. ഓക്കെ അല്ലേ, 0.48. ഇനി
നമ്മൾ അസ്യൂം ചെയ്യാണ്. ലെറ്റസ് അസ്യൂം ബീമിൻ്റെ വിടുത്ത് എത്രയാണ്? 0.5D ആണ് അല്ലേ? നമ്മൾ കൺസിഡർ ചെയ്ത സമയത്തും അങ്ങനെ തന്നെയായിരുന്നു. നമ്മളെങ്ങനെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്? വിടുത്ത് 300ഉം അതുപോലെ ഡെപ്ത്ത് 600ഉം ആയിരുന്നു. അപ്പോൾ ഡെപ്ത്തിൻ്റെ പകുതിയാണ് ബീമിൻ്റെ വിടുത്ത് എന്നുള്ള രൂപത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഈ ഒരു ഇക്വേഷൻ അല്ലേ, MU ലിമിറ്റിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഇക്വേഷൻ തന്നെയാണ് ലിമിറ്റിംഗ് വാല്യൂ വരുന്ന സമയത്ത് വരുന്ന MU ലിമിറ്റിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ബിയുടെ വാല്യൂ 0.5Dയും പിന്നെ ഡിയും ഈ ഇക്വേഷനോട്ട് കൊടുക്കുക. ഇക്വേഷനോട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? 0.36 XU max ബൈ ഡിയുടെ വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ആ ടേബിളിലുണ്ട്. എത്രയാണ്? 0.48 ഇൻറ്റു 1 മൈനസ് 0.42 ഇൻറ്റു 0.48 അല്ലേ, വീണ്ടും XU max ബൈ ഡി തന്നെയാണ്, ഇൻറ്റു BD സ്ക്വയർ ഇൻറ്റു FCK. അപ്പോൾ BD സ്ക്വയർ പറയുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് വാല്യൂ അതിന് ഇപ്പോഴും ഇല്ല. ബ്രെഡത്തിൻ്റെ കേസിൽ എന്ത് കൊടുക്കുക? ബ്രെഡത്ത് ഈക്വൽ ടു 0.5D എന്ന് കൊടുക്കുക. അപ്പോൾ 0.5D. ഇനി ബാക്കി എന്താ ഉള്ളത്? ഇവിടെ D സ്ക്വയർ ഉണ്ട്, D സ്ക്വയർ ഇൻറ്റു FCK എന്താണ്? കോൺക്രീറ്റിൻ്റെ ഗ്രേഡാണ് അല്ലേ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ആണ്, അത് 20 ആണ്. അപ്പോൾ ഇതുപോലൊരു എക്സ്പ്രഷനാണ് നിങ്ങൾക്ക് അവിടെ കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതൊന്ന് സോൾവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ 1.381D³ ആണ്. 1.381D³. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇത് ഇക്വേറ്റ് ചെയ്യുക. ഏതിലേക്ക്? MUD നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ MUD കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അത് എത്ര കിട്ടിയിട്ടുണ്ടായിരുന്നത്? 225.09 കിലോ ന്യൂട്ടൺ മീറ്റർ ആയിരുന്നു. അതിലേക്ക് അത് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നോക്ക്, ഇതാ 1.381D³ നമ്മളിപ്പോൾ ഇവിടെ കണ്ടെത്തിയ അല്ലെങ്കിൽ ഇവിടെ സോൾവ് ചെയ്തെടുത്ത് ആ ഒരു എക്സ്പ്രഷൻ ഈക്വൽ ടു എന്താണ്? നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ടായി MUD. എന്താണ് MUD? അല്ലെങ്കിൽ ഡിസൈൻ അൾട്ടിമേറ്റ് മൊമെൻ്റ് ആണത്. അപ്പോൾ അതൊക്കെ ഈക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ അല്ലേ, ഇവിടെ ഇപ്പോൾ ഒറ്റ അൺനോൺ മാത്രമേ ഉള്ളൂ, അത് D ആണ്. അപ്പോൾ ഡിക്ക് നമുക്ക് സോൾവ് ചെയ്യുന്ന സമയത്ത് ഡിയുടെ വാല്യൂ 546 mm എന്ന് കിട്ടും. അപ്പോൾ D 546 ആണെന്നുണ്ടെങ്കിൽ B എത്രയായിരിക്കും? അതിൻ്റെ നേരെ പകുതിയായിരിക്കും. അപ്പോൾ അത് എത്രയാണ് വരുന്നത്? 273 mm ആണ്. 273 mm. ഓക്കെ അല്ലേ? ഇനി നോക്ക് ഈ ഒരു കാര്യത്തിൽ അല്ലേ, ഈ ഒരു എക്സ്പ്രഷൻ നോക്ക്. XU ബൈ ഡി ഈക്വൽ ടു 0.87 FY AST ബൈ 0.36 FCK ഇൻറ്റു BD ചെയ്ത് നോക്കാം. അപ്പോൾ നോക്ക്, ഇവിടെ നമുക്ക് XU max ബൈ ഡി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഇപ്പോൾ നമുക്ക് B അറിയാം, DU അറിയാം, പിന്നെ ആകെ ഒറ്റ അൺനോൺ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ക്വസ്റ്റ്യനിൽ. അതേതാണ്? AST ആണ്. സോറി, ഈ ഒരു എക്സ്പ്രഷനിൽ കേട്ടോ AST മാത്രമേ അൺനോൺ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ നോക്ക് 0.48 അല്ലേ, XU max ബൈ ഡിയുടെ വാല്യൂ 0.48 ആയിരുന്നു അല്ലേ. നമ്മൾ നേരത്തെ ആ ടേബിളിൽ നിന്ന് എടുത്തിട്ടുള്ള വാല്യൂ ആണ്. 0.87 FY 415 ആണ്. ASTയുടെ വാല്യൂ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് ആ എക്സ്പ്രഷനിൽ അതുപോലെ തന്നെ ഇടാം. പിന്നെ വരുന്നത് 0.36 FCK 20. അതുപോലെ വിടുത്ത് ഡെപ്ത്ത് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ. വിടുത്ത് 273 ആണ്. അതുപോലെ ഡെപ്ത്ത് വരുന്നത് 546 ആണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് അല്ലേ, ഇതിലിപ്പോൾ ഒറ്റ അൺനോൺ മാത്രമേ ഉള്ളൂ, AST എന്ന് പറഞ്ഞ ഒരു അൺനോൺ മാത്രമേ ഉള്ളൂ. അത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ASTയുടെ വാല്യൂ നമുക്ക് വരുന്നത് 1424 mm². ഇതാണ് നമുക്ക് കിട്ടേണ്ടുന്ന വാല്യൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ കണ്ടെത്തി? വിടുത്ത് കിട്ടി, അതുപോലെ ഡെപ്ത്ത് കിട്ടി അല്ലേ. വിടുത്ത് 273 mm ആയിരുന്നു. ഡെപ്ത്ത് വരുന്നത് എത്രയായിരുന്നു? 546 mm. അതുപോലെ തന്നെ ASTയും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് AST ഇത്രയാണ്, അപ്പോൾ എത്ര mm ബാറാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ നമ്പേഴ്സ് എത്രയാണ് എന്നും കൂടി എഴുതി കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ടുണ്ടാവും. അപ്പോൾ ഇത്ര എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ള സ്റ്റെപ്പുകൾ അല്ലെ, ഈ ഒരു ഡിസൈൻ പ്രോബ്ലത്തിൽ എടുത്തിട്ടുള്ള സ്റ്റെപ്പുകൾ ഇപ്പോൾ എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് നമ്മൾ വെയിറ്റ് കണ്ടു, ടോട്ടൽ വെയിറ്റ്. ആ ടോട്ടൽ വെയിറ്റ് കാണാൻ വേണ്ടിയിട്ട് ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് കണ്ടു. എന്നിട്ട് അതിനെ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു.
അല്ലേ, 1.5 ഉണ്ട്. അപ്പോൾ അതിൽ ഡെഡ് ലോഡ് തന്നെ നമ്മൾ കാണാൻ വേണ്ടി ആദ്യം എന്ത് ചെയ്തു, ഈ ബീമിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ നമ്മൾ അസ്യൂം ചെയ്തു 300/600 എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ വെയിറ്റ് കണ്ടു. അതിനുശേഷം MUD കണ്ടു. MUD നമ്മളെങ്ങനെ കണ്ട ഇക്വേഷൻ WL²/8 എന്ന് പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ട് അത് കണ്ടു. പിന്നെ അതിന് ശേഷം XUmax/D കണ്ടു അല്ലേ. അത് നമുക്ക് കോഡിൽ നിന്ന് ഡയറക്റ്റ് കിട്ടും. നമുക്ക് Fe415 സ്റ്റീലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അതിൻ്റെ വാല്യൂ 0.48 ആണ്. 0.48 ആണ്. എന്നിട്ട് ആ XUmax/Dയുടെ 0.48 എന്ന് പറഞ്ഞ വാല്യൂ വെച്ചിട്ട് നമ്മൾ MU ലിമിറ്റ് കണ്ടു. MU ലിമിറ്റ്. അപ്പോൾ ആ MU ലിമിറ്റ് കാണുന്ന സമയത്ത് അവിടെ എക്സ്പ്രഷനിൽ D² അല്ലെങ്കിൽ D³ എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ടാവും. എന്നിട്ട് ആ MU ലിമിറ്റ് MUDയിലേക്ക് ഇക്വേറ്റ് ചെയ്തു. അത് വെച്ചിട്ട് നമുക്ക് D കണ്ടെത്തി. D കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, B കിട്ടും. അങ്ങനെ Dയും Bയും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഇക്വേഷൻ, ഈ ഒരു ഇക്വേഷൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ AST കൂടെ കിട്ടും. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകളാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ, അതായത് മൊഡ്യൂൾ 1ൻ്റെ പാർട്ടിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പാർട്ട് എയിൽ വരുന്ന 2 ക്വസ്റ്റ്യനുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പാർട്ട് ബിയിൽ വരുന്ന 2 സെറ്റുകൾ അല്ലേ, 2 സെറ്റുകളിൽ ഒന്ന് തിയറി ക്വസ്റ്റ്യൻ ആയിരുന്നു, മറ്റേത് പ്രോബ്ലം ആയിരുന്നു. ആദ്യത്തേൽ മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് കാണാനാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ സെറ്റിലെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഡിസൈൻ പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു IS കോഡ് തറവായിക്കെങ്കിൽ മാത്രമേ നമുക്ക് ഇത് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പ്രോബ്ലങ്ങളൊക്കെ ഓരോന്നിൻ്റെ വാല്യൂസ് എവിടേക്കാണ് വരുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത സെഷനിൽ നമുക്ക് ഈ ഒരു മൊഡ്യൂൾ 2 വരുന്ന ക്വസ്റ്റ്യനുകൾ കൂടെ നോക്കാം. ഓക്കെ, താങ്ക്സ്.